ഹലോ മാം. ഹലോ മാം, കേൾക്കുന്നുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സഹിഷ്മ എന്നാണ്. ഞാൻ അക്കൗണ്ടിങ് ഫാക്കൽറ്റി ആണ്. കൊടുങ്ങല്ലൂരാണ് എൻ്റെ സ്ഥലം. നിങ്ങൾക്കിപ്പോൾ നിങ്ങളെല്ലാവരും ടാലി പഠിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാലിയുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരിക. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി എത്രത്തോളം നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുണ്ടെന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ടാലി എന്ന് കേൾക്കാത്തവരായിട്ടുള്ളവർ ഇതിൽ കയറിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ടാലി എന്നുള്ളത് കേട്ടിട്ടുണ്ടാവണം എല്ലാവരും. അതായത് ടാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ? ടാലി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അക്കൗണ്ടിങ് പഠിച്ചിട്ടുള്ളവരും പഠിക്കാത്തവരും ഒക്കെ ചിലപ്പോൾ ഇതിലുണ്ടായിരിക്കാം. കൊമേഴ്സുകാരും നോൺ കൊമേഴ്സുകാരും ഉണ്ടായിരിക്കാം. ബികോം എംകോം കഴിഞ്ഞ പിള്ളേരുണ്ടായിരിക്കാം. പക്ഷേ നമുക്കൊരു ബികോം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു എംകോം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്കൊരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, ഏതെങ്കിലും മീൻസ് ഇപ്പോൾ നമുക്ക് ഇവിടേക്ക് ആണെങ്കിൽ കൂടുതലായിട്ടും ടാലി തന്നെയാണ്. പുറത്തും ടാലി ഉണ്ട്. ടാലി പ്രൈം ഒക്കെ പുറത്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവര് ബേസിക് ആയിട്ടുള്ള അവരുടെ നീഡ്സ്, ഒരു കമ്പനി നമ്മളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ ബേസിക് ആയിട്ട് അവർ ചോദിക്കുന്നത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയ ടാലി അറിയോ എന്നുള്ളതാണ് ചോദിക്കുക. അപ്പോൾ എത്ര അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായാലും ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഷുവറായിട്ടും എന്താ വേണ്ടത്, ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള അവയർനെസ് വേണം. ആ ഒരു ക്ലാസ് ആണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ അക്കൗണ്ടിങ്ങിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അക്കൗണ്ടിങ് എന്താന്നുള്ളതും അതുപോലെ അതിന്റെ ബേസിക് ആയിട്ടുള്ള ടേംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ നമ്മുടെ തിയറി പാർട്ടാണ് വരുന്നത്. നമ്മൾ മാനുവൽ, അതായത് മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ബിസിനസ് ട്രാൻസാക്ഷൻസിനെ നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവം. അതാണ് ശരിക്കും മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ജേർണൽ എൻട്രി എഴുതുക, ലെഡ്ജർ എഴുതുക, പിന്നെ ഫൈനൽ അക്കൗണ്ട്സ് ചെയ്യുക. ഇതാണ് എന്ത് മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മാനുവൽ, അതായത് പണ്ട് കാലത്തൊക്കെ മസ്റ്റ് ആയിട്ടും മാനുവൽ നമ്മൾ ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാനുവൽ ചെയ്യുന്നത്? അതായത് നമ്മൾ ചെയ്യുന്ന കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ കയ്യിൽ മാനുവൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ മാനുവൽ അക്കൗണ്ടിങ് നമുക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ സംഭവം തന്നെയാണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ മാനുവൽ എങ്ങനെ ചെയ്യാം? അതായത് നമ്മുടെ ബിസിനസ്സിലെ ഡെയിലി ട്രാൻസാക്ഷൻസിന് നമ്മൾ ഫസ്റ്റ് പ്രൈമറി എൻട്രി ഓഫ് ദി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജേർണൽ എൻട്രി ആണ് അല്ലെ? ഫസ്റ്റ് നമ്മൾ അതിനെ ജേർണലൈസ് ചെയ്തും, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ ലെഡ്ജർ എഴുതും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ ട്രയൽ ബാലൻസ് എഴുതും. ട്രയൽ ബാലൻസ് ഈക്വൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് ഫൈനൽ അക്കൗണ്ട്സ് ചെയ്യും. ഫൈനൽ അക്കൗണ്ട്സിൽ എന്തൊക്കെയാണ് നമുക്ക് വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അല്ലെ? ഇതുവരെയാണ് നമ്മൾ ചെയ്യുന്നത്. അത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോണത്. അപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് എന്തൊക്കെ വരുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ടാലി ERP9 എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ടാലി ERP9 അറിയുന്നവരും അറിയാത്തവരൊക്കെ ഇതിലുണ്ടാവും. നമ്മൾ ഇവിടെ പറയാൻ പോണത് ടാലി പ്രൈമിനെ കുറിച്ചാണ്. കാരണം ടാലി ERP9 അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് എന്ത്? ടാലി പ്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാലി ERP9 അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ആണ് നമുക്ക് ടാലി പ്രൈം. അപ്പൊ ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും കമ്പനികളിൽ ERP9 ഇല്ല. ERP9 ഒക്കെ പോയി ഇപ്പൊ പ്രൈം ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രൈമിന്റെ ഒരു ക്ലാസ് നിങ്ങൾക്കായിട്ട് തരാനായിട്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൈം എങ്ങനെയാണ്, എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എല്ലാവരും റെഡി ആണല്ലോ അല്ലെ? അപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ പ്രൈം ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇതാണ് ടാലി പ്രൈം. പ്രൈം നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം.
നമുക്ക് ആദ്യം അതിന് മുന്നേ ഒരു കാര്യം പറയാം. ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് എഡ്യൂക്കേഷൻ മോഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ മോഡ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയാ നമ്മൾ നമ്മളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ PC-യിലോ ഒക്കെ നമ്മൾ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുക? അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ഇതെടുക്കുക, ക്രോം എടുക്കുക, ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക. എടുത്തതിന് ശേഷം അതിൽ നമുക്ക് ടാലി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടാലി സൊല്യൂഷൻസ് കേട്ടോ. ടാലി സൊല്യൂഷൻസ് എന്ന് കൊടുക്കുക. ടാലി സൊല്യൂഷൻസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വരും, ടാലി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് വരും. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക. ടാലി സൊല്യൂഷൻസ് വന്നു കഴിയുമ്പോൾ നമുക്കതിൽ ബെസ്റ്റ് ബിസിനസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് വന്നേക്കണുണ്ടോ, അതെടുക്കുക. അല്ലെങ്കിൽ അടിയിൽ ടാലി പ്രൈം ഡൗൺലോഡും ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും, ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ടേക്ക് എ ഫ്രീ ട്രയൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ഡൗൺലോഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും, നമ്മളുടെ സിസ്റ്റത്തിലോട്ട് നമുക്ക് എന്ത് കിട്ടും, ടാലി ഡൗൺലോഡ് ആയി കിട്ടും. അപ്പോൾ ഓൾറെഡി ഞാൻ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നില്ല. നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണത്. നമുക്കിവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കണ്ടില്ലേ? ഈ ഡൗൺലോഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടു. ഈ ഡൗൺലോഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് വരുന്നത്, ടാലി പ്രൈം 6.1. അതുപോലെ ഇതിൽ നമുക്ക് ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്താവും, ടാലി ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഏതെങ്കിലും നമ്മുടെ ഡൗൺലോഡ്സിൽ വന്ന് കിടക്കും. ഇപ്പൊ എൻ്റെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഡൗൺലോഡ് ആവണതായിട്ട് കാണിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഇതില് ഡോക്യുമെന്റ് ഇതില് ഡൗൺലോഡ്സ് എടുത്ത് നോക്കുക. ഡൗൺലോഡ്സ് എടുത്ത് നോക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, ടാലി ഉണ്ടായിരിക്കും കേട്ടോ. ഈ ഡൗൺലോഡ്സിലാണ് വന്ന് കിടക്കുക. ഞാൻ ഇപ്പൊ ഡൗൺലോഡ് ചെയ്യാത്തതുകൊണ്ട് വന്ന് കിടക്കില്ല, അവിടെ ടാലി എന്നുള്ളത് ഉണ്ടാവും. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യണോ എന്നുള്ളൊരു ഓപ്ഷൻ വരും. നമുക്ക് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണോ എന്നുള്ളത് ചോദിക്കും. ഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിലോട്ട് ടാലി ഇൻസ്റ്റാൾ ആവും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, എഡ്യൂക്കേഷൻ മോഡിനെ നമ്മൾ എന്ത് ചെയ്യണത്, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മളുടെ ടാലി ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ടാലി പ്രൈം. ടാലി പ്രൈം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് തന്നെ ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ ആണ് വരിക. അതിൽ കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷൻ മോഡ് ഉണ്ട്, യൂസ് ലൈസൻസ് ഫ്രം നെറ്റ്വർക്ക് ഉണ്ട്, റിയാക്ടിവേറ്റ് എക്സിസ്റ്റിംഗ് ലൈസൻസ്, ആക്ടിവേറ്റ് ന്യൂ ലൈസൻസ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്. നമ്മൾക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷൻ മോഡ്, ഇവിടെ നോക്കിയേ നിങ്ങൾ ഈ മുകളിൽ കണ്ടോ ടാലി പ്രൈം EDU എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന EDU ലൈസൻസ്, അതായത് എഡ്യൂക്കേഷണൽ മോഡാണെന്നുള്ളത് മനസ്സിലാവാനാണ് ഈ EDU എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമ്മൾ കൊടുത്തുള്ളത്. അപ്പൊ എഡ്യൂക്കേഷൻ മോഡാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി വരും.
അപ്പൊ നമുക്ക് ഫസ്റ്റ്, അതായത് നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു കമ്പനിയിൽ കയറി അവിടെ നമ്മൾ നമ്മളുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയ ടാലി ചെയ്യാനായിട്ട് നമ്മൾ പോവാണ് അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മളുടെ കമ്പനിയുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഒരു കമ്പനി ക്രിയേഷൻ ആണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ക്രിയേറ്റ് കമ്പനി എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ക്രിയേറ്റ് കമ്പനി എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ കമ്പനി ഡാറ്റ പാത്ത് എന്ന് പറഞ്ഞിട്ട്. ഈ കമ്പനി ഡാറ്റ പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ടാലി പ്രൈം നമ്മളുടെ സിസ്റ്റത്തിലെ ഏത് ഡ്രൈവിലോട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതിന്റെ പാത്താണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് ഞാനിപ്പോ എന്റെ സിസ്റ്റത്തില് സി ഡ്രൈവിലോട്ടാണ് ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എനിക്ക് സി ഡ്രൈവിന് പകരം എന്താ ചെയ്യേണ്ടത്, പാത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സ്പെസിഫൈ പാത്ത് എന്നുള്ളത് കൊടുത്താൽ മതി. സ്പെസിഫൈ പാത്ത് എന്നുള്ളത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏത് പാത്താണോ എന്നുള്ളത് അവിടെ കൊടുത്തിട്ട് നമുക്ക് മാറ്റാം. ഞാനിപ്പോൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ അതിലുണ്ട്. ഓക്കെ, ഇനി കമ്പനി നെയിം ആണ് കൊടുക്കേണ്ടത്. അപ്പൊ കമ്പനി നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് എൻ്റെത്. അപ്പൊ ഞാൻ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ എൻ്റർ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും, മെയിലിംഗ് നെയിമും അത് തന്നെയാണ് വരിക. പിന്നെ നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പൊ എഡ്യൂക്കേഷൻ മോഡൽ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ അങ്ങനെ അഡ്രസ്സും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ സ്റ്റേറ്റ് ഞാനിവിടെ കേരള എന്നുള്ളത് കൊടുത്തു. അപ്പൊ കേരള എന്നുള്ളത് കൊടുക്കുമ്പോൾ നമുക്ക് അടിയിൽ എന്താ കൺട്രി ഇന്ത്യ എന്നുള്ളത് വന്നിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ ഇന്ത്യക്ക് പകരം ഇവിടെ ഞാനിപ്പോ ഒരു സ്റ്റേറ്റ് ദുബായ് എന്നുള്ളത് കൊടുത്തു നോക്കൂ. അപ്പൊ കണ്ട കൺട്രി UAE എന്നുള്ളത് വന്നു. അപ്പൊ നമ്മൾ എന്താണ്, സ്റ്റേറ്റ് അല്ല ദുബായ് ആവുമ്പോൾ എമിറേറ്റ് ആണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പോ ഇവിടെ കേരള കൊടുത്തപ്പോ ഇന്ത്യ എന്നുള്ളതായി. ഒപ്പം തന്നെ അടിയിൽ, അതായത് ഇവിടെ കണ്ടോ ബേസിക് കറൻസി സിമ്പിൾ എന്ന് പറയുന്നത് ഒക്കെ മാറി, ഓട്ടോമാറ്റിക്കലായിട്ട് മാറിയേക്കണാണ്, നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന കൺട്രിക്ക് അനുസരിച്ചിട്ട് ഈ കറൻസി സിമ്പിൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മളിപ്പോ ദുബായ് കൊടുത്തു, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, കൺട്രി UAE എന്ന് വന്നപ്പോൾ ഇവിടെ കണ്ട നോക്കി ദർഹംസ് ആയിട്ട് വന്നു, AED വന്നു, UAE ദർഹം എന്നുള്ളതിൽ വന്നു ഫോർമുലയും. അപ്പൊ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് കറൻസി സിമ്പിൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. ഒപ്പം തന്നെ ഡേറ്റും മാറും. കാരണം UAE ഫിനാൻഷ്യൽ ഇയർ ബിഗിൻ ചെയ്യുന്നത് 1 ജാനുവരിയിലാണ്. നമ്മളുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 1 ഏപ്രിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കി നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്താ, ദുബായ് UAE എന്ന് കൊടുത്തുകൊണ്ട് ഇവിടെ എന്താ വന്നത്, 1 ജാനുവരി വന്നു. ഞാനിപ്പോ അത് മാറ്റിയതേ, ഇവിടെ ഇപ്പൊ ഞാൻ കേരള കൊടുത്തു എന്ന് വിചാരിച്ചോ, കേരള കൊടുത്ത് ഇന്ത്യ വന്നപ്പോ 1 ഏപ്രിൽ വന്നു. അപ്പൊ ഇങ്ങനെയാണ് ഫിനാൻഷ്യൽ ഇയറും അതുപോലെ തന്നെ നമ്മളുടെ INR ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കൺട്രി കൊടുക്കുന്നതിനനുസരിച്ച് ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതെല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഫിനാൻഷ്യൽ ഇയർ ബിഗിൻ നമ്മൾ എൻ്റർ അടിച്ച് പോയാൽ മതി. എൻ്റർ അടിച്ച് പോകുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ ബിഗിൻ ഫ്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫിനാൻഷ്യൽ ഇയർ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/4/2025 നമ്മൾ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സംഭവം കൂടിയുണ്ട്, ബുക്സ് ബിഗിനിങ് ഫ്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബുക്സ് ബിഗിനിങ് ഫ്രം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനിയിൽ ബുക്ക് ഓഫ് അക്കൗണ്ട് ചെയ്യുന്ന ആ ഒരു ഡേറ്റിൽ, നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ട് ചെയ്യുന്ന ഡേറ്റുകൾ ഉണ്ടാവില്ലേ, ആ ഒരു ഡേറ്റ് ആണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം 1/4/25 നമ്മൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം കൊടുത്തു. അത് കഴിഞ്ഞ് ബുക്ക് ബിഗിനിങ് ഫ്രം എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ കൊടുക്കണം, 1/5/25. ഏത് വേണമെങ്കിലും കൊടുക്കാം, നമ്മൾ എപ്പോഴാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച്. ഞാൻ മെയിൽ ആയതുകൊണ്ട് 1/5/2025 എന്നുള്ളത് കൊടുത്തു. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ കമ്പനി ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് നമ്മളിപ്പോ ഇതിൽ പഠിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് എക്സ്ട്രാ, അതായത് ഇപ്പൊ നമുക്ക് ഇതിലാകെ കമ്പനി പേര് കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക, കൺട്രി കൊടുക്കുക, പിൻകോഡും ടെലിഫോണും മൊബൈലും ഫാക്സും ഇമെയിലും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ എന്താ പറയുക, ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എഡ്യൂക്കേഷൻ മോഡിൽ നമുക്ക് ഇത്ര മാത്രം കൊടുത്താൽ മതി, നമുക്ക് എന്ത് ചെയ്യാം, കമ്പനി റൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ മോർ ഓപ്ഷൻസ് വേണം. അതായത് നമ്മൾ ടാലി ERP9 പഠിച്ചുള്ളവർക്ക് അറിയാം, അതിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ പ്രൈം എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് അതൊന്നും കാണുന്നില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, ഇതിന്റെ കോൺഫിഗറേഷൻസ് നോക്കണം. അപ്പൊ നമുക്ക് എന്തിന്റെയും ടാലിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെയും കോൺഫിഗറേഷൻസ് നോക്കണം എന്നുണ്ടെങ്കിൽ F12 ആണ് നമ്മൾ പ്രസ് ചെയ്യുക. F12 പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻസുകളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൻ വിൻഡോയിലോട്ട് വരും. അങ്ങനെയാണ് നമ്മൾ
ടാലിയിൽ ത്രൂ ഔട്ട് അങ്ങനെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലാണ് നമുക്ക് എന്ത് വരുത്തേണ്ടത്, കോൺഫിഗറേഷനിൽ ചേഞ്ച് വരുത്തണം. കാരണം നമുക്ക് ടാലി വോൾട്ടിന്റെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. അപ്പൊ അത് വരുത്തണം എന്നുണ്ടെങ്കിൽ F12 എന്നുള്ളത് ജസ്റ്റ് പ്രസ് ചെയ്യുക. F12 പ്രസ് ചെയ്യുമ്പോൾ പ്രൊവൈഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നുള്ളത് യെസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പിൻ കോഡ്, ടെലിഫോൺ, മൊബൈൽ, ഫാക്സ് ഒക്കെ വന്നിട്ടുള്ളത്. അത് കൊടുത്തു. പിന്നെ ഞാൻ അടുത്തത് പാസ്വേഡിന്റെ ഞാൻ യെസ് ആക്കിയിട്ട് കൊടുത്തു. ഇനി നോക്കിക്കോ വരുന്ന മാറ്റം എന്താന്നുള്ളത് കണ്ട. സെറ്റ് ടാലി വോൾട്ട് പാസ്വേഡ് ടു എൻക്രിപ്റ്റ് കമ്പനി ഡാറ്റ. അതായത് നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട് പുറത്തുനിന്ന് ആരും ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാസ്വേഡ് കൊടുത്ത് നമുക്ക് അതിനെ ലോക്കാക്കി ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ലോക്കാക്കി ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് യെസ് കൊടുത്തിട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ എഡ്യൂക്കേഷൻ മോഡിൽ നമ്മൾ അത് ചെയ്യാറില്ല, അതുകൊണ്ടാണ് പിന്നെ അതിനെക്കുറിച്ച് അധികം ബോധർ ചെയ്യാത്തത്. അപ്പൊ ടാലി പാസ്വേഡ് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യെസ് കൊടുത്തു, ടാലി വോൾട്ട് പാസ്വേഡ് എന്താന്നുള്ളത് നമ്മൾ കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പൊ കൺഫേം പാസ്വേഡ് എന്താന്നുള്ളത് കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പൊ ആ പാസ്വേഡ് വന്നു. പിന്നെ നമ്മൾ ടാലി പ്രൈം ഓപ്പൺ ചെയ്യുമ്പോൾ ആ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്തായി വരുള്ളൂ, ഓപ്പൺ ആയി വരുള്ളൂ. നമ്മളിപ്പോ ഇമെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു നമ്മുടെ ജിമെയിൽ ഒക്കെ തുറക്കുന്ന സമയത്ത് നമ്മൾ പാസ്വേഡും ഇതൊക്കെ കൊടുക്കാറില്ലേ, സെയിം ആസ് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതായത് നമ്മൾ ആദ്യമേ അതിന് വേണ്ടി കൊടുത്തിട്ടുള്ള പാസ്വേഡും ഐഡിയും കൊടുത്താൽ മാത്രം അത് ഓപ്പൺ ആവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് തുറക്കണം എന്നുണ്ടെങ്കിൽ ഇനി എന്ത് വേണം, ഈ ഒരു സെക്യൂരിറ്റി ഇത് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത്, ടാലി വോൾട്ട് പാസ്വേഡ് ടു എൻക്രിപ്റ്റ് കമ്പനി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഞാനിപ്പോ ഇത് ഇവിടെ ആവശ്യമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, നോ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ കമ്പനി ക്രിയേഷനിലുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ടുള്ള കീ ആണ് കൺട്രോൾ എ ആണ് എന്ത്, സേവ് ചെയ്യാനുള്ള കീ. ടാലിയിൽ എന്ത് സംഭവങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും സേവ് ചെയ്യണമെങ്കിൽ കൺട്രോൾ എ എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിച്ച് പോയി കഴിഞ്ഞാലും സേവ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് അവർ ചോദിക്കും ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ യെസ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ആ എല്ലാ ഡീറ്റെയിൽസും അവർ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് എന്ത്, ടാലിയുടെ ഫീച്ചേഴ്സ്. ഇതാണ് ഫീച്ചേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ളത്. ഇപ്പൊ ടാലി ERP9 കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ F11 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്യണം. F11 പ്രസ് ചെയ്താൽ മാത്രമേ എന്ത് വരുള്ളൂ, ടാലിയുടെ ഫീച്ചേഴ്സ് വരുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്, ജസ്റ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിനെ സേവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ടാലിയുടെ ഫീച്ചേഴ്സിന്റെ വിൻഡോ വരും. അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ചില സമയങ്ങളിൽ ഈ ഷോ ഓൾ ഫീച്ചേഴ്സ് എന്നുള്ളത് ഇങ്ങനെ കിടക്കും, അതായത് നോ ആക്കിയിട്ട്. അപ്പോ ഓൾ ഫീച്ചേഴ്സ്, അതായത് ഷോ മോർ ഫീച്ചേഴ്സ് എന്നുള്ളത് നമ്മൾ യെസ് ആക്കി, ഇതിപ്പോ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെയായിരിക്കും നമ്മുടെ വിൻഡോ കിടക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഷോ മോർ ഫീച്ചേഴ്സ് എന്നുള്ളതിന്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എന്താവും, യെസ് ആവും. ഇനി ഷോ ഓൾ ഫീച്ചേഴ്സ് എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും യെസ് ആകും. അപ്പൊ കുറച്ചും കൂടി നമ്മുടെ ടാക്സിന്റെ ഇതുകളും പേറോളിന്റെതും ഓൺലൈൻ ആക്സസിന്റെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പൊ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതിൽ നമുക്ക്, നമ്മളിപ്പോ ഫസ്റ്റ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് മെയിൻറ്റെയിൻ അക്കൗണ്ട്സിന്റെ ആയിരിക്കും, അതായത് അക്കൗണ്ട്സ് ഓൺലി പ്രോബ്ലംസ് ആയിരിക്കും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി എന്നുള്ളത് യെസ് ആക്കുക, ബിൽ വൈസ് എൻട്രി എന്നുള്ളത് യെസ് ആക്കുക. ബാക്കി നമുക്ക് ഇൻവെന്ററി ഒന്നും ഇപ്പൊ യെസ് ആക്കണമെന്നില്ല, യെസ് ആയി കടന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പ്രൈമിലാവുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ERP9 നമ്മൾ ഇൻവെന്ററി യെസ് ആക്കിയിട്ടുണ്ടെങ്കിൽ പർച്ചേസ് എടുക്കുമ്പോഴും സെയിൽ എടുക്കുമ്പോഴും ഈ ഇൻവെന്ററി മോഡിലാണ് വരിക. ഇൻവെന്ററി എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഞാനിപ്പോ ഒരു ഇൻട്രോ പറയുന്നു മാത്രം. അപ്പൊ ഇൻവെന്ററി മോഡിലാണ് വരിക. പക്ഷെ നമുക്ക് ഇൻവെന്ററി മോഡിൽ വരേണ്ട അക്കൗണ്ട്സ് മോഡ് മാത്രം വന്നാൽ മതി. അപ്പൊ ഇൻവെന്ററി കയറി വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഇൻവെന്ററി എന്നുള്ളത് യെസ് ആക്കാത്തത്. പ്രൈമില് ഇതിപ്പോ നോ ആക്കി കഴിഞ്ഞാലും നമ്മൾ പർച്ചേസും സെയിൽസ് എടുത്താൽ എന്തായാലും ഇൻവോയ്സ് മോഡിൽ മാത്രമേ വരുള്ളൂ. അത് എങ്ങനെയായാലും ഇൻവോയ്സ് മോഡിലാണ് അവർ സെറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ അതിനെ അക്കൗണ്ടിങ് മോഡിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം, ചേഞ്ച് മോഡ് യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് ഇതൊക്കെ യെസ് ആക്കി ഇടുന്നതിൽ തെറ്റൊന്നുമില്ല. നോ ആക്കി ഇടണമെങ്കിൽ നോ ആക്കാം, നിങ്ങളുടെ ഇഷ്ടം. ടാക്സും കാര്യങ്ങളും വേണമെങ്കിൽ മാത്രം യെസ് ആക്കുക, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ വെറുതെ GST കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോ നോ ആക്കിയെന്ന് മാത്രം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്താക്കുക, യെസ് ആക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നോ ആക്കി വിടാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഇതില് ടാലി അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പൊ എല്ലാവർക്കും, അറിയാത്തവർക്ക്, അതായത് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ഇതിന്റെ അഡ്വാൻസ്ഡ് സെക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട്, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നും അറിയാത്തവർ ടാലി എന്താണെന്നോ അല്ലെങ്കിൽ ടാലി ചെയ്യുന്ന ബേസിക് കാര്യങ്ങൾ എന്താണെന്നോ അറിയാത്തവർക്കുള്ള ക്ലാസ് ആണ് നമ്മൾ എടുത്തത്.
ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ അടിച്ച് പോകുമ്പോൾ കണ്ട ആക്സെപ്റ്റ് ചോദിച്ചതാണ്. ഞാനൊരു എൻ്റർ കൂടി വെച്ചപ്പോൾ എന്തായി, ആക്സെപ്റ്റ് ചെയ്തു. അതായത് ഞാൻ കൊടുത്ത കാര്യങ്ങളെല്ലാം കമ്പനി ആക്സെപ്റ്റ് ചെയ്തു, ഫീച്ചേഴ്സ് എല്ലാം അത് ആക്സെപ്റ്റ് ചെയ്തു. ഞാൻ കൊടുത്തത് എങ്ങനെയാണോ അത് ആ സംഭവങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്ത് വരുമ്പോ പിന്നെ വരുന്ന ഒരു വിൻഡോ ആണ് എന്ത്, ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്ന വിൻഡോ. ഓക്കെ, എന്താ വരുന്നത്, ഗേറ്റ് വേ ഓഫ് ടാലി. ഈ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ എന്തൊക്കെയുണ്ട്, നമുക്ക് കുറെ, നിങ്ങൾക്ക് നോക്കുമ്പോൾ കുറെ ക്രിയേറ്റ്, ഓൾട്ടർ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, വൗച്ചേഴ്സ്, ഡേ ബുക്ക്, അങ്ങനെ പല സംഭവങ്ങളും കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ടാലിയിൽ നമ്മൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാം, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം, വൗച്ചർ ക്രിയേറ്റ് ചെയ്യണം, ഒക്കെ ക്രിയേറ്റ് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് ലെഡ്ജേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ, അത് ക്രിയേറ്റ് ചെയ്യാനും ഓൾട്ടർ ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസുകൾ മാസ്റ്റേഴ്സിൽ കിടപ്പുണ്ട്. ക്രിയേറ്റ് ചെയ്യാം, ഓൾട്ടർ ചെയ്യുക ഒക്കെ ചെയ്യാം. അതുപോലെ വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസാക്ഷൻസിൽ കിടക്കുന്നുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത വൗച്ചേഴ്സ് കാണാൻ ഡേ ബുക്കിൽ കിടപ്പുണ്ട്. റിപ്പോർട്ട്സുകൾ കാണാൻ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അണ്ടർ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഓപ്ഷൻസുകളെല്ലാം കിടക്കുന്നത് എവിടെയാണ്, ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് ഇത് ഇത്രയും ഓപ്ഷൻസുകൾ കിടക്കുന്നത്. പിന്നെ നമുക്കൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഓൾട്ട് F3 ആണ് നമ്മുടെ ടാലി ERP 9 വരുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഇവിടെ F3 എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ ഓൾട്ട് കെ എന്ന് പറഞ്ഞിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാലും കമ്പനിനെ ക്രിയേറ്റ് ചെയ്യാനും കമ്പനിനെ ഓൾട്ടർ ചെയ്യാനും അതുപോലെ ചേഞ്ച് ചെയ്യാനും സെലക്ട് ചെയ്യാനും ഷട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസുകൾ എവിടെയുണ്ട്, ഓൾട്ട് കെ ആണ് പ്രൈമിലുള്ള ഷോർട്ട് കീ. കമ്പനി ക്രിയേഷന്റെ ഷോർട്ട് കീ ആണ് ഓൾട്ട് കെ. ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തു അല്ലെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം, ഒരു കമ്പനിയിലെ ബാക്കപ്പ്, റീസ്റ്റോർ, സ്പ്ലിറ്റ് കമ്പനി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, റീസ്റ്റോർ എന്തിനു വേണ്ടിയിട്ടാണ്, സ്പ്ലിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കപ്പും റീസ്റ്റോറൊക്കെ എവിടുന്ന് എടുക്കുക. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ചോദ്യം അതാ അല്ലെ, കമ്പനിയുടെ ബാക്കപ്പും റീസ്റ്റോറിന്റെ ഒക്കെ ഓപ്ഷൻസ് എവിടെ കിടക്കണേ, അത് എവിടെ കിടക്കണേ, ഓൾട്ട് വൈ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്താണ്, ഓൾട്ട് വൈ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കമ്പനിയുടെ ബാക്കപ്പും റീസ്റ്റോറും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇതിലാണ് നമുക്ക് എന്ത് വരുന്നത്, കമ്പനിയുടെ ഡാറ്റകളെ ബാക്കപ്പ് ചെയ്യാനും അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാനും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കപ്പ് യൂസ് ചെയ്യുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാ, സിസ്റ്റം പെട്ടെന്ന് എന്തെങ്കിലും എറർ ആയിട്ട് നമുക്ക് ഒന്നും, അതായത് ഒന്നെങ്കിൽ എറർ ആവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് ഡാറ്റാസ് ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ബാക്കപ്പ് ചെയ്യുക, ബാക്കപ്പ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ബാക്കപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വരും, പാത്ത് കൊടുക്കാനുള്ളത് വരും. ആ പാത്തിൽ നമുക്ക് എന്താണ്, ഡാറ്റ പാത്തിൽ നമുക്ക് ഇവിടെ ഉണ്ടാവും, സ്പെസിഫൈ പാത്ത് ഉണ്ട്, സെലക്ട് ഫ്രം ഡ്രൈവ് ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് പാത്താണ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ പാത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. പാത്ത് നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. സ്പെസിഫൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മളോട് അവര് എന്തെങ്കിലും ഒരു ഫയൽ നെയിം നമ്മളെടുത്ത് ചോദിക്കും, കമ്പനി നെയിം ചോദിക്കും. അപ്പൊ കമ്പനി നെയിം ഏത് കമ്പനിയുടെ ബാക്കപ്പ് ആണ് കൊടുക്കേണ്ടത്, ആ കമ്പനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, അടിച്ചു കൊടുക്കണം, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ABC ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ടൈപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഇതിലിപ്പോ ഒരെണ്ണത്തിന്റെ എടുക്കാം, ഇതിങ്ങനെ കൊടുക്കുക. ഇതിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കപ്പ് ചെയ്ത്, അതായത് പാത്ത് ശരിക്കും കറക്റ്റ് ആയിട്ട് കൊടുക്കണം. പാത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ABC ലിമിറ്റഡ് എന്ന് കൊടുക്കുമ്പോൾ അത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് അവർ ചോദിക്കും, ഡു യു വാണ്ട് ടു ക്രിയേറ്റ് എന്നുള്ളത് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യെസ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാത്ത് വന്നിട്ടുണ്ടാവും, ആ പാത്ത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ പാത്തായിരിക്കും. അപ്പൊ ആ ഫയലുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ ബാക്കപ്പ് എന്താണെന്നുള്ളതും ബാക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഇതിലതുപോലെ തന്നെ റീസ്റ്റോർ വരുന്നുണ്ട്. അപ്പൊ റീസ്റ്റോർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് കമ്പനി ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനിനെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കമ്പനി ഡിലീറ്റ് ചെയ്യുന്നത് ആദ്യം നമുക്ക് അറിയണം. കമ്പനി എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, കെ എന്നുള്ളത് എടുക്കുക, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓൾട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഈ പാത്തിന്റെ സംഭവം മാറ്റാം. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓൾട്ടർ കമ്പനി എന്നുള്ളത് എടുത്തിട്ട് ഓൾട്ട് ഡി അടിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി എന്തായിട്ട് പോകും, ഡിലീറ്റ് ആയി പോകും. ഞാൻ ഇപ്പൊ കമ്പനി ഡിലീറ്റ് ചെയ്യാനുള്ള ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് മാത്രം. നമുക്ക് നമ്മുടെ ശരിക്കുള്ള ക്ലാസ്സുകളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. അപ്പൊ ഓൾട്ട് ഡി എന്ന് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇത് ഡിലീറ്റ് എന്ത് ചെയ്യാം, അത് കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ
ഓൾട്ട് വൈ എന്നുള്ളത് എടുക്കുക. ഓൾട്ട് വൈ എന്നുള്ളത് എടുത്തിട്ട് റീസ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്പൊ ആ റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുക. റീസ്റ്റോർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ കമ്പനി നെയിം ചോദിക്കും. അപ്പൊ ABC എന്നുള്ള എൻ്റർ അടിച്ച് കഴിയുമ്പോൾ എന്താവും, ഡാറ്റകളെല്ലാം റീസ്റ്റോർ ആവും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീസ്റ്റോർ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ കമ്പനി നമ്മൾ ബാക്കപ്പ് ചെയ്യാനും അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്യാനും പഠിച്ചു. അപ്പൊ അടുത്ത നമ്മുടെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്പ്ലിറ്റ് കമ്പനി ഡാറ്റ. എന്താണ് ഈ സ്പ്ലിറ്റ് കമ്പനി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ April 1 to March 31 വരെയാണ് ഫിനാൻഷ്യൽ ഇയർ കൊടുത്തിട്ടുണ്ടാവുക. നോർമലി നമ്മൾ അങ്ങനെ കൊടുക്കുക. 1/4/25 31 March 26 ഇതാണ് നമ്മളുടെ കറണ്ട് പീരീഡ് എന്ന് പറയുന്ന സംഭവം. അങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു ഫിനാൻഷ്യൽ ഇയർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം സ്പ്ലിറ്റ് കമ്പനി എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി. മനസ്സിലായില്ലേ, സ്പ്ലിറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ അതിന്റെ ഗുണം എന്താ, ആ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ 31 ഇത് കഴിഞ്ഞ് 26 കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എന്ത് ചെയ്യും, 1/4/2027 എന്നുള്ളത് നമ്മൾ കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 1/4/27 നമ്മൾ ഈ 1/4/25 ടു ഇത് ചെയ്തില്ലേ, ആ എല്ലാ ഡാറ്റാസും, അതായത് ലെഡ്ജർ ആയാലും അതുപോലെ ലെഡ്ജറിന്റെ എല്ലാ സംഭവങ്ങളും ഇതിലോട്ട് കാണിക്കുകയും ചെയ്യും. പിന്നെ കഴിഞ്ഞ ആ ഒരു വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഈ ഒരു വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുകയും ചെയ്യും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യണത്. സ്പ്ലിറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. കമ്പനി നെയിം ABCD ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ 1/4/25 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 1/4/25 പകരം എന്ത് ചെയ്യാം, 1/4/26 കൊടുക്കാം കേട്ടോ, 27 അല്ല 26 കൊടുക്കാം കേട്ടോ. 26 കൊടുത്തിട്ടുണ്ടെങ്കിൽ 26 കൊടുക്കുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, കമ്പനി സ്പ്ലിറ്റ് ചെയ്ത് 2 കമ്പനി ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കും. സ്പ്ലിറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ യെസ് കൊടുക്കും. യെസ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കമ്പനി സ്പ്ലിറ്റ് ആയിട്ട് കാണിക്കും. ശ്രദ്ധിച്ചോളൂ, നോക്കിയേ ഇവിടെ കണ്ട 2 കമ്പനികൾ വന്നാൽ 1/4/25-26. അതെന്താ, നമ്മളുടെ ഈ ഒരു ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിനെ 2 കൊല്ലത്തിനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചേക്കാണ്. പിന്നെ ഇതിൽ ചെയ്യണതൊക്കെ ഇതിലും ചെയ്യണതൊക്കെ ഇതിലും വരും. അപ്പൊ ഇത്രേ ഉള്ളൂ സംഭവം, മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനെയാണ് എന്ത്, കമ്പനി ക്രിയേഷൻ. നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു. ആദ്യം ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്യണത് എങ്ങനെയാന്നുള്ളത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കമ്പനിയിലെ കമ്പനി ക്രിയേറ്റ് ചെയ്യണത് പഠിച്ചു. കമ്പനിയിൽ ബാക്കപ്പ് ചെയ്യണത്, റീസ്റ്റോർ ചെയ്യണത്, സ്പ്ലിറ്റ് ചെയ്യണത്, കമ്പനിനെ ഡിലീറ്റ് ചെയ്യണത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓരോരോ ട്രാൻസാക്ഷൻസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ടാലിയില് പ്രൈമില് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ. പിന്നെ നമ്മൾ പഠിച്ചു F11 ഫീച്ചർ പഠിച്ചു, കമ്പനിയുടെ F12 കോൺഫിഗറേഷൻ പഠിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി നമുക്ക് വീണ്ടും ഒരു പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പതുക്കനെ ലെഡ്ജറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പൊ പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ കാണിക്കുന്നത് വീണ്ടും എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ ടാലി പ്രൈം ഓപ്പൺ ചെയ്ത് എഡ്യൂക്കേഷൻ ലിങ്ക് എടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പഠിച്ചത്. ഇതിപ്പോ ഈ നിൽക്കുന്ന ഈ ഒരു ഇന്റർഫേസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യുക, Alt K എന്ന് പറഞ്ഞിട്ടുള്ളത് ടൈപ്പ് ചെയ്യുക. അതില് ക്രിയേറ്റ് എന്ന് പറയുന്നത് എൻ്റർ അടിക്കുക. എന്നിട്ട് നമുക്ക് പുതിയൊരു കമ്പനിയുടെ പേര് ഞാനിവിടെ കൊടുക്കാൻ പോവാണ്. അതായത് പുതിയ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ്, PMR പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ. എന്നിട്ട് മെയിലിംഗ് അതൊക്കെ തന്നെ വരും. നമുക്ക് സ്റ്റേറ്റ് കേരളയ്ക്ക് കൊടുത്തു. ഞാൻ ഇവിടെയാണ്, ഇന്ത്യയിലുള്ള ആളാണ്, കേരളത്തിലുള്ള ആളാണ്. അപ്പൊ അതൊക്കെ കൊടുത്തു. 1/4/25 അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇപ്പൊ ഞാൻ സെക്യൂരിറ്റി ഓൺ ആക്കി, അവിടെ ഓപ്ഷൻ യെസ് ആക്കിയോണ്ടാണ് സെക്യൂരിറ്റി വന്നത്, അല്ലെങ്കിൽ വരില്ല. എൻ്റർ അടിച്ചതേ, ഞാൻ കൺട്രോളേക്ക് പകരം എൻ്റർ അടിച്ച് സേവ് ചെയ്തു, കണ്ടോ. അപ്പൊ അതെന്തായി, ആക്സെപ്റ്റ് ചെയ്തു. ഫീച്ചേഴ്സ് വന്നു. ഫീച്ചേഴ്സിൽ നമുക്ക് ഇതൊക്കെ യെസ് ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടാക്സ് വേണമെങ്കിൽ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ടാക്സ് ചെയ്യുമ്പോൾ GST വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അത് കൊടുക്കുക, അല്ലെങ്കിൽ അതൊക്കെ നോ ആക്കിയിട്ട് കൊടുക്കുക. ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ നോ ആക്കുക, എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജറുകൾ, അതായത് നമുക്കിപ്പോ ഒരു ജേണൽ എൻട്രി ഉണ്ടെന്ന് വിചാരിച്ചോ, ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ എന്താ ചെയ്യാറ്, ക്യാഷിന്റെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ക്യാപിറ്റലിന്റെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും അല്ലെ. ക്യാഷിന്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ എന്ത് ചെയ്യും, ക്യാപിറ്റലിന്റെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം,
ഇവിടെയും ക്യാഷിന്റെ ലെഡ്ജറും ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ക്യാപിറ്റലിന്റെ ലെഡ്ജറും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ എങ്ങനെയാണ് ക്യാഷിന്റെ ലെഡ്ജറും ക്യാപിറ്റലിന്റെ ലെഡ്ജറും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഗേറ്റ് വേ ഓഫ് ടാലി ആണ്. ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് നമുക്ക് നമ്മളുടെ ലെഡ്ജേഴ്സുകളും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ക്രിയേറ്റ് എടുക്കുക. ക്രിയേറ്റ് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ട്, ലെഡ്ജേഴ്സ് ഉണ്ട്, കറൻസി ഉണ്ട്, വൗച്ചർ ടൈപ്പ് ഉണ്ട്, സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി, സ്റ്റോക്ക് ഐറ്റം, യൂണിറ്റ്, ഗോഡൗൺ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്. നമ്മളിപ്പോ ഫസ്റ്റ് ചെയ്യുന്നത് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് മാത്രമാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം, എന്തൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഗ്രൂപ്പ് എന്താണ്? അതായത് നമ്മൾ ലെഡ്ജറുകൾ ഉണ്ടാക്കുമ്പോൾ ലെഡ്ജറുകൾക്ക് കൊടുക്കുന്ന അണ്ടറുകളാണ് ഗ്രൂപ്പ്. അതായത് ഓരോ ലെഡ്ജറുകളെയും ഓരോ ഗ്രൂപ്പായിട്ട് തിരിക്കില്ലേ, അതാണ് ഗ്രൂപ്പ്. അതായത് നമ്മളിപ്പോ എക്സാമ്പിൾ ഒരു ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്തു എന്ന് വിചാരിച്ചോ, ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ അണ്ടർ എന്താ വരിക? ഫിക്സഡ് അസറ്റ്. അപ്പൊ ആ ഫിക്സഡ് അസറ്റ് എന്നുള്ള പേരാണ് നമ്മൾ ഇവിടെ കൊടുക്കുക. ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫിക്സഡ് അസറ്റ് എന്നുള്ളത് കൊടുത്ത് നമ്മൾ അതിന്റെ അണ്ടറും കാര്യങ്ങളൊക്കെ കൊടുത്ത് സേവ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതില് ടാലിയിൽ ഗ്രൂപ്പ് ക്രിയേഷന്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ട് ഗ്രൂപ്പുകളെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 28 പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് ആണ് നമുക്ക് ഉള്ളത്, 28. അപ്പൊ അത്രയും ഗ്രൂപ്പുകൾ നമുക്ക് എന്തുണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ടാലിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരിക? നമുക്ക് ലെഡ്ജേഴ്സ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എന്താ വരിക? ലെഡ്ജേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക? നമ്മൾ ലെഡ്ജർ എടുക്കുന്നു, ലെഡ്ജറിന്റെ പേര് കൊടുക്കുന്നു, അണ്ടർ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ചില സമയത്ത് നമുക്ക് ലെഡ്ജറിന്റെ എന്ത് കൊടുക്കേണ്ടി വരും? ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് കൊടുക്കേണ്ടി വരും. ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അവിടെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ അടിയിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വിൻഡോ വരുന്നത്. അപ്പൊ നമുക്ക് ഒരെണ്ണം വെറുതെ കൊടുത്തു നോക്കാം അല്ലെ, എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. ഇവിടെ നോക്കിയേ, ഞാനിപ്പോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കൊടുത്തു വിചാരിച്ചോ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കൊടുക്കുമ്പോൾ അതിന്റെ അണ്ടർ എന്താ വരിക? ഫിക്സഡ് അസറ്റ് ആണ്. അപ്പൊ കണ്ടോ, ഗ്രൂപ്പ്സ് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പിലാണ് എന്ത് വന്നത്? ഫിക്സഡ് അസറ്റ്. കണ്ടോ, ഫിക്സഡ് അസറ്റ് അവിടെ വന്നു. അപ്പൊ നമുക്ക് എന്താണ്, ഓരോ ലെഡ്ജറുകൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഗ്രൂപ്പ് ഏതാണെന്ന് നമുക്ക് അറിയണം. അത് കാണാതെ അറിയണം. അത് കാണാതെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. മാനുവലി ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ ലെഡ്ജർ ക്രിയേഷൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. കാരണം ഓരോ അക്കൗണ്ടിന്റെയും ലെഡ്ജർ കാൽക്കുലേഷൻസ് ചെയ്ത് പോരണം. പക്ഷെ ഇത് സിമ്പിൾ ആണ്. നമുക്ക് ജസ്റ്റ് പേരും അതുപോലെ അണ്ടറും മാത്രം കൊടുത്താൽ മതി. ഇനി ലെഡ്ജറിലും ഉണ്ട് കുറെ കോൺഫിഗറേഷൻസ്. അതായത് ലെഡ്ജറിൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. F12 എടുക്കുകയാണ് ഞാനിപ്പോ. F12 എടുത്തിട്ട് ഇവിടെ കുറെ എസ് ആയി കിടക്കുന്നൊക്കെ ഞാൻ നോ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടുള്ള വിൻഡോ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കണം കേട്ടോ. എല്ലാം ഞാൻ നോ ആക്കുകയാണ്. എനിക്കിപ്പോ ഒന്നും ഒരു ഓപ്ഷൻ വേണ്ട എന്നുള്ള രീതിയിൽ നോക്കിയേ. ഞാൻ അതെല്ലാം നോ ആക്കി കഴിഞ്ഞപ്പോ ലെഡ്ജർ നോക്കിയേ, വെറുതെ പേരും അണ്ടറും മാത്രം നമുക്ക് ഇവിടെ ഉള്ളൂ അല്ലെ. പേരും അണ്ടറും മാത്രം നമുക്കുള്ളൂ. ഓപ്പണിംഗ് ബാലൻസിന്റെ പോലും നമുക്ക് ഇവിടെ ഇല്ല. ഞാൻ ഇനി F12 എടുത്തിട്ട് അതിൽ ഓരോന്നും ഞാൻ ചെയ്താൽ മാത്രമേ എന്ത് വരുള്ളൂ? അതായത് പുതിയ പുതിയ ഓപ്ഷൻസുകൾ നമുക്ക് ഇവിടെ കാണിക്കുള്ളൂ. അപ്പൊ ഇവിടെ നോക്കാം നമുക്ക്. പ്രൊവൈഡ് എലിയാസസ് ഫോർ നെയിം എന്നുള്ളത് നമ്മൾ യെസ് ആക്കി കൊടുത്താൽ അത് വരും. ലാംഗ്വേജ് എലിയാസസ് വന്നിട്ടുണ്ടെങ്കിൽ അത്. പ്രൊവൈഡ് ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത്. നോട്ട് വേണമെങ്കിൽ അത്. അതുപോലെ മെയിൻറ്റെയിൻ ബാലൻസ് ബില്ല് വേണമെന്നുണ്ടെങ്കിൽ അത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യം വരില്ല. ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് യെസ് ആക്കി കൊടുക്കണം. പിന്നെ ഇൻവെന്ററി അലോക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഓപ്പണിംഗ് ബാലൻസ്, ലെഡ്ജറിന്റെ ഓപ്പണിംഗ് ബാലൻസ് വരണമെന്നുണ്ടെങ്കിൽ ഇത് യെസ് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എന്താവും? ദേ ഇവിടെ കണ്ട കുറെ വ്യത്യാസങ്ങൾ വന്നത്.
പാർട്ടി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ യെസ് ആക്കിപ്പോ. അപ്പൊ അതെല്ലാം യെസ് ആക്കിയപ്പോഴാണ് മെയിലിംഗ് ഡീറ്റെയിൽസ് ഒക്കെ വന്നത്. പാർട്ടി ഡീറ്റെയിൽസ് നോ ആക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും വരില്ല. കാരണം നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഡെബിറ്ററോ ക്രെഡിറ്ററോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് GST-ലൊക്കെ അല്ലെങ്കിൽ വാറ്റിലൊക്കെ നമുക്ക് എന്ത് വേണം, പാർട്ടി ഡീറ്റെയിൽസ് കൊടുക്കണം. അത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, F12 യൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇംഗ്ലീഷ് എന്ന് കണ്ടോ ഇവിടെ. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ നമുക്ക് ചെയ്യാം. ഞാനിപ്പോ മലയാളം എടുത്തു എന്ന് വിചാരിച്ചു. മലയാളം എടുത്തിട്ട് നമ്മുടെ ലെഡ്ജറിന്റെ പേര് നമുക്ക് മലയാളത്തിൽ ഇതുപോലെ ടൈപ്പ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം. നോട്ട്സ് കൊടുക്കണമെങ്കിൽ നോട്ട് കൊടുക്കാം. ഇതൊന്നും എന്താണ് നമുക്ക് കമ്പൽസറി അല്ല, നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണൽ ആണ്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ ഞാനിപ്പോ ഇതിൽ എനിക്ക് ഈ ഓപ്ഷൻ ഒന്നും വേണ്ട, അതായത് എന്താണ് ഇതിന്റെ അനാലിസിസ് ഒന്നും കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഇതൊക്കെ F12 എടുത്തിട്ട് നോ ആക്കും. അപ്പൊ കോൺഫിഗറേഷൻസ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്താ എടുക്കേണ്ടത്, F12 ആണ് കോൺഫിഗറേഷൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. അതുപോലെ ഫീച്ചേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ F11 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, F11 ഫീച്ചേഴ്സും F12 കോൺഫിഗറേഷൻസ് ആണ് വരുന്നത്. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു, ലെഡ്ജർ ക്രിയേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജറിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ഓൾട്ടർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓൾട്ടർ എടുക്കുക, ലെഡ്ജർ എടുക്കുക. നമുക്ക് ഏതിന്റെ ലെഡ്ജർ ആണോ ഓപ്പൺ ചെയ്യേണ്ടത്, ഓൾട്ടർ ചെയ്യേണ്ടത്, അത് എടുക്കുക. നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Alt D എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ് ചെയ്ത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചത്, നമ്മൾ നേരത്തെ ലെഡ്ജർ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായില്ല, പിന്നെ അതുപോലെ തന്നെ ഒന്നും സേവ് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ നമ്മൾ ലെഡ്ജർ ഓൾട്ടർ ചെയ്യാൻ എടുത്തപ്പോൾ ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ വന്ന് കിടപ്പുണ്ട്. അത് എന്തുകൊണ്ടാണ് വന്ന് കിടക്കുന്നത്, അത് ഡീഫോൾട്ട് ആയിട്ട് വന്ന് കിടക്കുന്നതാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യൊന്നും വേണ്ട. അതായത് ക്യാഷിന്റെ ലെഡ്ജറും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ലെഡ്ജറും ഒക്കെ ഓൾറെഡി നമുക്ക് ടാലി പ്രൈമോ ടാലി ERP9 ഓപ്പൺ ചെയ്യുമ്പോൾ അതിലുണ്ടാവും. അപ്പൊ ക്യാഷിന് എന്തെങ്കിലും എമൗണ്ട് കൊടുക്കണം, അതായത് ക്യാഷിന്റെ ഒരു ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ക്യാഷിന്റെ ലെഡ്ജർ എടുത്ത് ഓൾട്ടർ എടുത്ത് ക്യാഷ് എന്നുള്ളത് എടുത്ത് അതിന്റെ ഓപ്പണിംഗ് ബാലൻസിൽ പോയി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ വേറെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ലെഡ്ജർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്യാഷ് ഇൻ ഹാൻഡിനെ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ എമൗണ്ട് കിടക്കണം അതില്ല. അപ്പൊ പോയിട്ട് നമ്മൾ ഈ ക്യാഷിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റും. അതില്ലാതിരിക്കാൻ നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്യാഷ്, അതായത് ഓൾറെഡി നമുക്ക് ഇതിൽ ഡീഫോൾട്ട് ആയിട്ട് തന്നിട്ടുള്ള ക്യാഷിന്റെ ലെഡ്ജറിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഓൾട്ടർ ചെയ്തിട്ട് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുകയാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറ്. അപ്പൊ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ഓക്കെ. ഇനി അടുത്തത് ഇവിടെ നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഡ്ജറും ഗ്രൂപ്പും എല്ലാതും മൾട്ടി ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. മൾട്ടി ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു ലെഡ്ജർ എടുത്തു കാണിച്ചു തരാം. ഈ ലെഡ്ജർ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ മൾട്ടി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അതായത് Alt H ആണ് മൾട്ടി മാസ്റ്റേഴ്സ്. ഈ മൾട്ടി മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൾട്ടി ക്രിയേറ്റ്, മൾട്ടി ഓൾട്ടർ, ക്രെഡിറ്റ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിന് മൾട്ടി ക്രിയേറ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെഡ്ജേഴ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നോക്കിയേ, നമുക്ക് ഇതിലാവുമ്പോൾ എന്താണ്, ലെഡ്ജറിന്റെ പേരും അതുപോലെ തന്നെ അതിന്റെ അണ്ടറും കൊടുത്താൽ മതി. കണ്ടോ, അണ്ടർ കൊടുത്തു. ഓപ്പണിംഗ് ബാലൻസ് വേണമെങ്കിൽ ഓപ്പണിംഗ് ബാലൻസും കൊടുക്കാം. എൻ്റർ അടിച്ചു. അടുത്ത ലെഡ്ജറിന്റെ പേര് കൊടുത്തു, ഞാൻ എന്ത് ചെയ്തു, അടുത്ത അണ്ടർ കൊടുത്തു, ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു. പിന്നെ അടുത്ത ലെഡ്ജറിന്റെ പേര് കൊടുത്തു, അണ്ടർ കൊടുത്തു, ഓപ്പണിംഗ് ബാലൻസ്. ഇങ്ങനെ എത്ര ലെഡ്ജേഴ്സ് നമുക്കുണ്ടോ അതെല്ലാം കൊടുത്ത് അവസാനം എൻ്റർ അടിക്കുമ്പോൾ അവർ ചോദിക്കും നമ്മളെടുത്ത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ചോദിക്കും. അപ്പൊ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് എന്നുള്ളത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, യെസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഇത് ആക്സെപ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെഡ്ജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഏതാണോ ഈസി മെത്തേഡ്, അതായത് ലെഡ്ജറിലെ ക്രിയേഷനിൽ നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ലെഡ്ജറിന്റെ പേരും അതുപോലെ തന്നെ ഗ്രൂപ്പും ഓപ്പണിംഗ് ബാലൻസും മാത്രം കൊടുത്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ എന്താണ്, ലെഡ്ജർ ഇത് മൾട്ടി ക്രിയേറ്റ്, അതായത് ലെഡ്ജർ എടുത്തതിന് ശേഷം Alt H അല്ലെങ്കിൽ ബട്ടൺ പാനൽ, ഇതിനെ പറയുന്ന പേരാണ് ബട്ടൺ പാനൽ. ഈ ബട്ടൺ പാനലിൽ Alt H അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ലെഡ്ജർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഇനിയിപ്പോ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓൾട്ടർ എടുക്കുക. ഓൾട്ടർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെഡ്ജർ എടുക്കുക, ഏത് ലെഡ്ജർ ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത്. അതിപ്പോ മൾട്ടി ക്രിയേറ്റിൽ ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ സമയത്ത് സിംഗിളിലോട്ട് പോയി കഴിഞ്ഞാലും അതിലൊന്നും തെറ്റില്ല, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ തന്നെ ചെയ്ത് കാണിക്കാം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ലെഡ്ജർ ക്രിയേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ.
ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് വൗച്ചേഴ്സ് ആണ്. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുള്ളൂ? വൗച്ചേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് വൗച്ചേഴ്സ് നമുക്കുണ്ട്. നമ്മൾ ആദ്യം അതൊക്കെ എന്താന്നുള്ളത് പഠിക്കണം, വൗച്ചേഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സംഭവമാണ് എന്ത്? ബട്ടൺ പാനൽ എന്ന് പറയുന്നത്. ഈ ബട്ടൺ പാനലിലെ ഓരോ വൗച്ചേഴ്സും ഒപ്പം തന്നെ അതിന്റെ ഷോർട്ട് കീസുകളും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ചില വൗച്ചറിന്റെ അടിയിൽ ഒരു ഡബിൾ ലൈൻ വന്നിരിക്കുന്നത് കാണാം. അതായത് ചില കീസിന്റെ അടിയിൽ, ചില ആൽഫബറ്റ്സിന്റെ അടിയിൽ. ആ ഡബിൾ ലൈൻ ഉദ്ദേശിക്കുന്നത് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ആ ഒരു ആൽഫബറ്റ് പ്രസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ചില സമയങ്ങളിൽ നമുക്ക് കാണാം ഒരു സിംഗിൾ ലൈൻ വന്നിരിക്കുന്നതാണ്. സിംഗിൾ ലൈൻ ഉദ്ദേശിക്കുന്നത് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ആ ഒരു കീ പ്രസ് ചെയ്യാം. അപ്പൊ ഡബിൾ ലൈൻ എന്ന് പറയുന്നത് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് പ്രസ് ചെയ്യാം, ഓൾട്ട് സിംഗിൾ ലൈൻ എന്ന് പറയുന്നത് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് പ്രസ് ചെയ്യുക. ഇതാണ് ആ ഒരു സംഭവം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ലെഡ്ജറുകളെല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ എങ്ങനെ വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാം? നമ്മൾ എങ്ങനെ അപ്പൊ ഓരോ ജേർണൽ എൻട്രീസും ഏതൊക്കെ വൗച്ചറിലോട്ട് കൊടുക്കും, ഏതൊക്കെയാണ് അതിന് ആപ്റ്റ് ആയിട്ടുള്ള വൗച്ചർ, ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാവുക? അപ്പൊ അതെങ്ങനെ മനസ്സിലാവുക? അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തിയറി ഭാഗങ്ങളുണ്ട്, അത് ഞാനിപ്പോ പറഞ്ഞു തരാം. അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു എന്താ പറയാ, ക്യാഷ് റിസീവ് ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മൾ ബിസിനസ്സിലേക്ക് ക്യാഷ് റിസീവ് ചെയ്യുന്നു. അപ്പൊ റിസീവ് ചെയ്യുക, അതായത് ഇപ്പൊ നമ്മളൊരു കമ്മീഷൻ റിസീവ് ചെയ്തു. ഓക്കെ, കമ്മീഷൻ റിസീവ് ചെയ്യുമ്പോൾ അതിന് ജേർണൽ എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ വരിക. അപ്പൊ ബിസിനസ്സിലോട്ട് എന്താ ചെയ്തേ? ക്യാഷ് റിസീവ് ചെയ്തു. അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും റിസീവ്. അപ്പൊ റെസിപ്റ്റ് വൗച്ചർ. ഓക്കെ, നമുക്കപ്പോ ഏതൊക്കെ വൗച്ചറുകളാണ് ഉള്ളത്? റെസിപ്റ്റ് ഉണ്ട്, കോൺട്ര ഉണ്ട്, ജേർണൽ ഉണ്ട്, സെയിൽസ്, പർച്ചേസ്, പിന്നെ പർച്ചേസ് റിട്ടേൺസിന്റെ, സെയിൽസ് റിട്ടേൺസിന്റെ, പിന്നെ കുറെ നോൺ അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, ഇങ്ങനെ ഒരുപാട് വൗച്ചേഴ്സ് ഉണ്ട്. ഈ നോൺ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഒക്കെ എന്തിനാ യൂസ് ചെയ്യുന്നത്? താൽക്കാലികമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് എന്ത്? നോൺ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. താൽക്കാലികം കുറച്ച് സമയത്തിന് വേണ്ടി, അല്ലെങ്കിൽ കുറച്ചൊരു ഡേയ്സ്, നമ്പർ ഓഫ് ഡേയ്സിനൊക്കെ വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ആണ് നോൺ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഒക്കെ. അതൊക്കെ നമ്മളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ ക്ലാസ്സുകൾക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള വൗച്ചറും കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളുടെ കമ്പനിയിലോട്ട് ഒരു കമ്മീഷൻ റിസീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് വൗച്ചറിലാണ് കൊടുക്കുക? റെസീറ്റ് വൗച്ചറിലാണ് കൊടുക്കുക. അപ്പൊ റെസീറ്റ് വൗച്ചറിന്റെ കീ ഏതാ? F6 ആണ് റെസീറ്റ് വൗച്ചറിന്റെ കീ വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ ആണ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? F6 എന്ന് പറഞ്ഞിട്ടുള്ള കീ ആണ് പ്രസ് ചെയ്യേണ്ടത്. കണ്ടോ, ഇപ്പൊ ഞാൻ F6 പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നത് കണ്ടോ? ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സംഭവം വന്നത് കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എന്റർ അടിച്ചു. എന്റർ അടിച്ചു കഴിയുമ്പോ ആദ്യം വന്നുള്ളത് ക്രെഡിറ്റാ. നമ്മള് ജേർണൽ എൻട്രി എഴുതുമ്പോൾ ഫസ്റ്റ് ഡെബിറ്റും പിന്നെ ക്രെഡിറ്റ് അല്ലേ വരാറ്? ഈ റെസീറ്റ് വൗച്ചർ, കോൺട്രാ വൗച്ചർ, അങ്ങനെ 1-2 വൗച്ചേഴ്സിന് ഫസ്റ്റ് കയറി അങ്ങോട്ട് ക്രെഡിറ്റ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ അല്ലേ, അപ്പൊ ഫസ്റ്റ് എണ്ണം കൊണ്ടുവന്ന് അങ്ങോട്ട് ക്യാഷ് കൊടുക്കും. അപ്പൊ തെറ്റി. നമുക്ക് ഇവിടെ ക്രെഡിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജേർണൽ ബുക്കിൽ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് എന്താണോ എഴുതിയിട്ടുള്ളത് അത് മാത്രമേ ഇവിടെയും കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു കമ്മീഷൻ ആണ്, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്രെഡിറ്റിൽ കൊടുക്കേണ്ടത് കമ്മീഷൻ ഓർ ക്യാപിറ്റൽ ആണ്. എന്നിട്ട് എൻട്രി. അപ്പൊ ഞാനിപ്പോ ഇവിടെ ക്യാപിറ്റൽ കൊടുത്തു എന്ന് വിചാരിക്കും. ഞാനിപ്പോ ലെഡ്ജേഴ്സ് ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് വരില്ല. അപ്പൊ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ വരും. നമ്മൾ എൻട്രി അടിച്ചതിന് ശേഷം നമുക്ക് ക്യാഷ് കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക, സേവ് ചെയ്യുക. അത് എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഞാനിപ്പോ ജസ്റ്റ് ഒരു ഇൻട്രോ തരുന്നുള്ളൂ. അത് ഞാനൊരു പ്രോബ്ലം വെച്ച് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ റെസീറ്റ് വൗച്ചർ എന്താണെന്നുള്ളത് പഠിച്ചല്ലോ. ഇനി അടുത്തത് പേയ്മെന്റ്. F5 ആണ് പേയ്മെന്റ് വൗച്ചറിന്റെ വരുന്നത്. പേയ്മെന്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ പേയ്മെന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അപ്പൊ ചെയ്യുന്ന വൗച്ചറാണ് പേയ്മെന്റ് വൗച്ചർ. അതായത് ഇപ്പൊ എന്തെങ്കിലും റെന്റ് പെയ്ഡ് ചെയ്യുക, നമ്മളുടെ ഓഫീസിന്റെ ബിൽഡിങ്ങിന്റെ റെന്റ് പെയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കമ്മീഷൻ, നമ്മളുടെ എംപ്ലോയീസിന് എന്തെങ്കിലും കമ്മീഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് കമ്മീഷനൊക്കെ എന്തെങ്കിലും അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അത് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പേയ്മെന്റ് വൗച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കമ്മീഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്, അല്ലെങ്കിൽ റെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്, ഇതൊക്കെ വരുമ്പോൾ എന്താ? ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോവുകയാണ് അല്ലെ. അപ്പൊ പെയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ പെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പേയ്മെന്റ് വൗച്ചർ. അത് റിലേറ്റബിൾ ആണ്. അതായത് റിസീവ് ആകുമ്പോൾ പേയ്മെന്റ് വൗച്ചർ, റെസിപ്റ്റിന്റെ കീ ആണ് F6, പേയ്മെന്റിന്റെ കീ ആണ് F5. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ 2 വൗച്ചേഴ്സ് പഠിച്ചു. നമ്മൾ ഏതൊക്കെ വൗച്ചേഴ്സ് പഠിച്ചേ? റെസിപ്റ്റ് വൗച്ചറും പഠിച്ചു, അതുപോലെ തന്നെ അല്ലേ ഈ 2 വൗച്ചറും. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺട്രാ വൗച്ചർ ആണ്. കോൺട്രാ എന്ന് പറഞ്ഞാൽ എന്താ? കോൺട്രാ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, കോൺട്രാ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ബാങ്കും ക്യാഷും
ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാഷ്, അങ്ങനെ ഡെബിറ്റിലും ക്രെഡിറ്റിലും ക്യാഷും ബാങ്കും മാത്രം വരുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു വൗച്ചർ ആണ് എന്ത്? കോൺട്രാ വൗച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് നമുക്ക് ഡെബിറ്റിലും ക്രെഡിറ്റിലും ബാങ്കും ക്യാഷും മാത്രം റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അത് കൊടുക്കുന്ന വൗച്ചറിനെ പറയുന്ന പേരെന്താ? കോൺട്രാ വൗച്ചർ. അതായത് F4 ആണ് നമുക്ക് കോൺട്രാ വൗച്ചർ. കണ്ടോ കോൺട്രയിൽ ഫസ്റ്റ് ക്രെഡിറ്റാ വന്നത്. അപ്പൊ ക്രെഡിറ്റിൽ എന്താണ് വരുന്നത് അത് വേണം കൊടുക്കണേ. അല്ലാണ്ട് ഒരിക്കലും ഡെബിറ്റിലുള്ളത് ഫസ്റ്റ് ഇവിടെ ക്രെഡിറ്റ് കിടക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പാടില്ല. നമ്മളുടെ ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റിൽ വരുന്നത് എന്താണോ അത് ക്രെഡിറ്റിൽ കൊടുക്കുക. ഇവിടെ വൗച്ചർ കൊടുക്കുമ്പോൾ നമ്മള് പഠിച്ചപ്പോ പേയ്മെന്റ് പഠിച്ചു, റെസിപ്റ്റ് പഠിച്ചു, കോൺട്രാ പഠിച്ചു. അടുത്തത് ജേണൽ വൗച്ചർ ആണ്. ജേണൽ വൗച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ക്യാഷ് എൻട്രീസ്, ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസുകളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ബാങ്കും ക്യാഷും നമ്മുടെ ജേണൽ എൻട്രിയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിക്സഡ് അസറ്റിനൊക്കെ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ വരുന്ന ഒരു വൗച്ചർ ആണ് എന്ത്? ജേണൽ വൗച്ചർ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ജേണൽ വൗച്ചേഴ്സ് യൂസ് ചെയ്യണത്. ഹലോ, പിന്നെ മാമിന് നെറ്റ് ഇഷ്യൂ കാരണം ഓൺലൈനിൽ കേറാൻ പറ്റുന്നില്ല. അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഷെയർ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്.
മിനിറ്റ്. ടാലിയുടെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതാണ്, അതാണ് ക്ലാസ് ഒന്ന് സ്റ്റോപ്പ് ആയത്. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നേ? വൗച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ജേർണൽ വൗച്ചർ വരെ നമ്മളിപ്പോ പഠിച്ചു. അപ്പൊ ജേർണൽ വൗച്ചർ എന്താന്ന് പറഞ്ഞാൽ നോൺ ക്യാഷ് എൻട്രീസ് അല്ലെ, ലൈക്ക് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് അങ്ങനെയൊക്കെ വരുന്ന നോൺ ക്യാഷ് എൻട്രീസ് നമ്മൾ പോസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ജേർണൽ വൗച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണത് എന്താ? സെയിൽസ് വൗച്ചർ ആണ്. അപ്പൊ F8 ആണ് സെയിൽസ് വൗച്ചറിന്റെ കീ. അപ്പൊ നോക്കിയാൽ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, പ്രൈമില് നമ്മൾ സെയിൽസും അതുപോലെ തന്നെ പർച്ചേസിന്റെയും വൗച്ചേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇൻവോയ്സ് മോഡലാണ് വരിക എന്നുള്ളത്. കണ്ടോ, നമുക്ക് പാർട്ടി നെയിം, സെയിൽസ് ലെഡ്ജർ, നെയിം ഓഫ് ഐറ്റം, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ കയ്യിൽ കൊടുക്കാനില്ല, നമ്മൾ അക്കൗണ്ടിങ് ഓൺലി പ്രോബ്ലംസ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് അക്കൗണ്ടിങ് ഓൺലിയിലോട്ട് മാറ്റണം. അതായത് ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് നമുക്ക് സിംഗിൾ എൻട്രി മോഡോ ഡബിൾ എൻട്രി മോഡിലോട്ടോ നമ്മൾ മാറ്റണം. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ ബട്ടൺ പാനലിൽ ചേഞ്ച് മോഡ് എന്ന് കണ്ടോ, അല്ലെങ്കിൽ കൺട്രോൾ എച്ച്, ഒന്നല്ലെങ്കിൽ നമ്മൾ കീബോർഡിൽ കൺട്രോൾ എച്ച് എന്നുള്ളത് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ചേഞ്ച് മോഡ് എന്നുള്ളത് പ്രസ് ചെയ്യുക. അതിൽ നമുക്ക് നോക്കിയേ ഐറ്റം ഇൻവോയ്സ് ഉണ്ട്, അക്കൗണ്ടിങ് ഇൻവോയ്സ് ഉണ്ട്, ആസ് വൗച്ചർ ഉണ്ട്. ആസ് വൗച്ചർ എന്നുള്ളത് എടുക്കുക. ആസ് വൗച്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി? ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഡെബിറ്റും ക്രെഡിറ്റ് ആയി. നമ്മളിപ്പോ ജേർണൽ വൗച്ചറും പേയ്മെന്റ് വൗച്ചറും റെസിപ്റ്റ് വൗച്ചർ ഒക്കെ ചെയ്ത ആ രൂപത്തിലേക്ക് എന്ത് മാറി? സെയിൽസ് വൗച്ചർ മാറി. ഇനി ഇതിൽ നമുക്ക് സാധാ പോലെ തന്നെ ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് ആണെങ്കിൽ ഡെബിറ്റിൽ ക്യാഷ് കൊടുക്കുക, ക്രെഡിറ്റിൽ സെയിൽസ് കൊടുക്കുക, സേവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് വൗച്ചർ എടുത്തു. പർച്ചേസ് വൗച്ചർ എടുക്കുമ്പോഴും എന്ത് വരും? ഇൻവോയ്സ് മോഡാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇൻവോയ്സ് മോഡിലാണോ ചെയ്യേണ്ടത്? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ചേഞ്ച് മോഡ് എടുക്കുക, ആസ് വൗച്ചർ എടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? ഡെബിറ്റും ക്രെഡിറ്റിലും വരുന്നതൊക്കെ കൊടുത്ത് സേവ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായി? പർച്ചേസ് വൗച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇത്രയും വൗച്ചേഴ്സ് ആണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് പർച്ചേസ് റിട്ടേൺസും സെയിൽസ് റിട്ടേൺസും ആണ് പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ ഈ പർച്ചേസ് റിട്ടേൺസ് കുറെ വൗച്ചറുകൾ ഉണ്ട് കേട്ടോ. ഇത്രയും വൗച്ചറുകൾ ഒന്നല്ല, നമുക്ക് എന്താ പറയാ, പർച്ചേസ് ഓർഡർ, സെയിൽ ഓർഡർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോ നമുക്ക് ഈ ബേസിക് ആയിട്ട് വരുന്ന വൗച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോ ഇവിടെ പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് എന്താണ്? പർച്ചേസ് റിട്ടേൺസ് വരുമ്പോൾ ഡെബിറ്റ് നോട്ട് വൗച്ചറും, സെയിൽസ് റിട്ടേൺസ് വരുമ്പോൾ ക്രെഡിറ്റ് നോട്ട് വൗച്ചറാണ്. എന്താണ്? പർച്ചേസ് റിട്ടേൺസ് വരുമ്പോൾ ഡെബിറ്റ് നോട്ട് വൗച്ചറും, സെയിൽസ് റിട്ടേൺസ് വരുമ്പോൾ ക്രെഡിറ്റ് നോട്ട് വൗച്ചേഴ്സ് ആണ് നമുക്ക് വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കണ്ടോ അതർ വൗച്ചേഴ്സ്, ബട്ടൺ പാനലിൽ അതർ വൗച്ചേഴ്സ് കണ്ടോ? ഈ അതർ വൗച്ചേഴ്സ് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ കാണിക്കും ഓൾട്ട് F6 ആണ് എന്ത്? ക്രെഡിറ്റ് നോട്ട്, സെയിൽസ് റിട്ടേൺസ്. ഓൾട്ട് F5 ആണ് ഡെബിറ്റ് നോട്ട്. നമുക്ക് ഡെബിറ്റ് നോട്ട് മതിയെങ്കിൽ ഡെബിറ്റ് നോട്ട് എടുക്കാം. ഡെബിറ്റ് നോട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെബിറ്റ് നോട്ട് വരും. അപ്പൊ ഈ പർച്ചേസിനും സെയിൽസിനും വരുന്ന പോലെ ഇൻവോയ്സ് മോഡിൽ തന്നെ വരിക. നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് മോഡ് എടുത്ത് ആസ് വൗച്ചർ എടുത്തു, ഈ ഒരു ഇതിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഡെബിറ്റ് നോട്ട് എടുത്തു. ഇനി ക്രെഡിറ്റ് നോട്ട് എടുക്കണമെങ്കിലും അതർ വൗച്ചേഴ്സ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് നോട്ട് എടുക്കുക. ക്രെഡിറ്റ് നോട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ്? ഇവിടെ ക്രെഡിറ്റ് നോട്ടിന്റെ ഇത് വരും. നമ്മൾ നേരത്തെ പോലെ ചേഞ്ച് മോഡ് കൊടുക്കുക, ആസ് വൗച്ചർ കൊടുക്കുക, ഇത്രയും കാര്യങ്ങൾ സേവ് ചെയ്യും. ഓക്കെ. ഇനി നമുക്ക് വേറെ ഒരുപാട് വൗച്ചേഴ്സ്, ഈ അതർ വൗച്ചേഴ്സ് എടുത്ത് ഷോ ഇൻആക്റ്റീവ് എന്നുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ കുറെ വൗച്ചേഴ്സ് ഇവിടെ കാണാം. ഏതൊക്കെയൊന്നും നിങ്ങൾ നോക്കി നോക്കിയേ. കോൺട്രാ ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, ജേർണൽ നമുക്കറിയാം. മെമ്മോറൻഡം വൗച്ചർ നമുക്കറിയില്ല. ഇതൊക്കെ നോൺ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വരും. പേയ്മെന്റ് വൗച്ചർ അറിയാം, പർച്ചേസ് ചെയ്യാൻ റെസിപ്റ്റ് അറിയാം, റിവേഴ്സിംഗ് ജേർണൽ അറിയില്ല, സെയിൽസ് അറിയാം, ഡെലിവറി നോട്ട്, മെറ്റീരിയൽ ഇന്ന്, മെറ്റീരിയൽ ഔട്ട്, റെസിപ്റ്റ് നോട്ട്, റിജക്ഷൻ ഇന്ന്, റിജക്ഷൻ ഔട്ട്, ജോബ് വർക്ക് ഇൻ ഓർഡർ, ജോബ് വർക്ക് ഔട്ട് ഓർഡർ, പർച്ചേസ് ഓർഡർ, സെയിൽ ഓർഡർ, അറ്റൻഡൻസ്, പേറോൾ. ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെക്ഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിപ്പോ ബേസിക് ആയിട്ടുള്ള വൗച്ചേഴ്സ് പറയുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചിറങ്ങാനായിട്ട് പറ്റും. നമ്മൾ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ പ്രൊജക്റ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രോ ആണ് നമ്മളിപ്പോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നല്ലപോലെ ഇൻട്രോ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് എടുക്കാനായിട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? വൗച്ചേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. അതായത് വൗച്ചേഴ്സ് എന്താണെന്നുള്ളതും, വൗച്ചേഴ്സ് എടുക്കുന്നതും, വൗച്ചേഴ്സിന്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ എൻട്രീസ് കൊടുക്കുന്നതും, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും, കമ്പനി ക്രിയേറ്റ് ചെയ്യാനും, കമ്പനി ഓൾട്ടർ ചെയ്യാനും, കമ്പനി ഡിലീറ്റ് ചെയ്യാനും, റീസ്റ്റോർ ചെയ്യാനും, ബാക്കപ്പ് ചെയ്യാനും, സ്പ്ലിറ്റ് ചെയ്യാനും, പിന്നെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനും, ലെഡ്ജറിന്റെ കോൺഫിഗറേഷനിൽ വരുന്ന ചേഞ്ചസുകൾ എന്തൊക്കെയാണെന്നുള്ളതും, വൗച്ചർ ക്രിയേറ്റ് ചെയ്യാനും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ പഠിച്ചു. ഇനി നമുക്ക് ഇതൊക്കെ ഒരു പ്രോബ്ലം വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയണമല്ലോ അല്ലെ?
ഒരു പ്രോബ്ലം വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ആ പ്രോബ്ലത്തിൽ നമുക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം അല്ലെ. അപ്പൊ അത് നമുക്ക് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഞാൻ അതിനായിട്ട് നിങ്ങൾക്ക് ആദ്യം ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എടുക്കട്ടെ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ് ഞാൻ ഫസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. കാരണം നിങ്ങൾക്ക് ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, വൗച്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഇതൊക്കെ അറിയണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രോബ്ലം എടുക്കാം. അപ്പൊ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആണ്. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി എന്താ വരിക? അജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ എന്തിന്റെ ഒക്കെ ലെഡ്ജർ ഉണ്ടാക്കണം? ക്യാഷിന്റെ ലെഡ്ജർ ഉണ്ടാക്കണം, ക്യാപിറ്റലിന്റെ ലെഡ്ജർ ഉണ്ടാക്കണം, രണ്ട് ലെഡ്ജർ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഉണ്ടാക്കില്ലേ? ക്രിയേറ്റ് കൊടുത്തു, ലെഡ്ജേഴ്സ് എടുത്തു, അത് കഴിഞ്ഞതിന് ശേഷം ക്യാഷ് കൊടുത്തു, എൻ്റർ അടിച്ചു. ക്യാഷ് വേണ്ട, ക്യാഷ് ഓൾറെഡി എക്സിസ്റ്റഡ് ആണ് അത്. അപ്പൊ അത് നോക്കിയേ, ക്യാഷ് അടിച്ചപ്പോ ഇവിടെ ബോക്സ് വന്നത് കണ്ട, നെയിം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ എന്റെ ഡിഫറെന്റ് നെയിം. അതായത് വേറൊരു പേരിൽ നിങ്ങൾ ക്യാഷ് ക്രിയേറ്റ് ചെയ്തോ, ഈ പേരിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർ ഓൾറെഡി അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ക്യാഷിനെ ക്രിയേറ്റ് ചെയ്യണം നമുക്ക്? വേണ്ട, നമുക്ക് ക്യാപിറ്റലിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം? ക്യാപിറ്റൽ അടിക്കാം. ക്യാപിറ്റലിന് നമ്മൾ ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. എന്താ ക്യാപിറ്റലിന്റെ അണ്ടർ എന്താ? ക്യാപിറ്റൽ അക്കൗണ്ട്. ഞാൻ പറഞ്ഞു ഓരോന്നിന്റെ അണ്ടർ നമുക്കറിയാം. സിമ്പിൾ ആയിട്ട് കുറച്ച് അണ്ടേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും. എങ്ങനെയാണ് അണ്ടേഴ്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാന്നുള്ളത് പറഞ്ഞത്. അതായത് ക്യാപിറ്റലിന്റെ അണ്ടർ ക്യാപിറ്റൽ തന്നെയാ വരിക. അതുപോലെ തന്നെ പർച്ചേസിന്റെയും പർച്ചേസ് റിട്ടേണിന്റെയും അണ്ടർ പർച്ചേസ് വരിക. സെയിൽസിന്റെയും സെയിൽസ് റിട്ടേൺസിന്റെയും അണ്ടർ സെയിൽസ് തന്നെ വരിക. പിന്നെ നമുക്ക് ബാങ്കിന്റെ അണ്ടർ ബാങ്ക്, ബാങ്ക് ഓഡി ആണെങ്കിൽ ബാങ്ക് ഓഡി, ബാങ്ക് ഒ സി സി ആണെങ്കിൽ ബാങ്ക് ഒ സി സി, ക്യാഷ് ആണെങ്കിൽ ക്യാഷ്. പിന്നെ കോമൺ ആയിട്ട് വരുന്നത് ഡ്രോയിങ്സിന്റെ അണ്ടറും ക്യാപിറ്റൽ ആണ്. ഇത്രയും കാര്യങ്ങൾ ഇത് ഇങ്ങനെ തന്നെ വരുള്ളൂ. പിന്നെ നമുക്ക് വേജ് ഒക്കെ വന്നെന്ന് വിചാരിച്ചു. വേജ് നമ്മൾ എവിടെ എഴുതുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുമ്പോൾ ആ ഐറ്റംസിന് നമ്മൾ എന്തുട്ടാ പറയാ? ഡയറക്റ്റ് എക്സ്പെൻസ് എന്നല്ലേ പറയാ. സോ വേജിന്റെ അണ്ടർ എന്താ വരിക? ഡയറക്റ്റ് എക്സ്പെൻസ്. ഇനിയിപ്പോ നമ്മൾ കമ്മീഷൻ പെയ്ഡ് അത് എവിടെ എഴുതാറ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ്. അപ്പൊ അതിന്റെ അണ്ടർ എന്താ വരിക? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കൊടുക്കാം? അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താണ്? ഞാനിപ്പോ ഈ കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു 3-4 എണ്ണം കാണാതെ പഠിച്ചു വെക്കുക. ഒപ്പം തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്നതിന് പറയുന്ന പേര്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്നതിന്റെ പേര്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്നതിന്റെ പേര്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ്. അതറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾ ഓരോ അക്കൗണ്ടുകളുടെ പേരുകൾ കൊടുക്കുമ്പോൾ അതിന് അണ്ടറുകൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്നതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസുകളും, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്നതെല്ലാം ഡയറക്റ്റ് ഇൻകംസും ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്നതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്നതെല്ലാം ഇൻഡയറക്റ്റ് ഇൻകംസുകളാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിയാലോ. പിന്നെ ചിലവർക്ക് ചിലപ്പോ മാനുവൽ അക്കൗണ്ടിങ് അങ്ങോട്ട് അത്ര വശം ഉണ്ടാവില്ല. ഈ മാനുവൽ അക്കൗണ്ടിങ്ങിൽ ജേണൽ എൻട്രി കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ എങ്ങനെയാണ് മാനുവൽ അക്കൗണ്ടിങ് നമ്മൾ കറക്റ്റ് ചെയ്യാം? അതിന്റെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ ആവണം. അപ്പൊ ആ റൂള് ചിലവർക്ക് എത്ര പഠിച്ചാലും തലേ കയറിയുമില്ല. നമ്മള് എന്താ പറയാ, അത് ആ റൂളായിട്ട് തന്നെ നിങ്ങൾ പഠിക്കും. അതായത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ റിസീവർ, അങ്ങനെ പഠിക്കും. തത്തമ്മയെ പൂച്ച പൂച്ച പോലെ പഠിക്കും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് അതിൽ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഐഡിയ പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാം, ഇപ്പൊ എല്ലാവർക്കും ഒരു എന്താ പറയാ ബാങ്കിൽ ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഞാനിപ്പോ കുറച്ച് പൈസ അയച്ചു എന്ന് വിചാരിക്കും. ഇപ്പൊ ഞാൻ തുഷാരയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് പൈസ അയച്ചു. പൈസ അയക്കുമ്പോ തുഷാരയുടെ ഫോണിൽ എന്തുട്ടാ മെസ്സേജ് വരിക? നമുക്ക് ക്യാഷ് എന്താണ് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞിട്ടല്ലേ വരിക, ഡെബിറ്റഡ് എന്ന് പറഞ്ഞിട്ടല്ലേ വരിക. ഞാൻ തുഷാരക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ തുഷാരയുടെ അക്കൗണ്ടിലോട്ട് പൈസ ക്രെഡിറ്റ് ആയി എന്നാ കാണിക്കുക അല്ലെ. നേരെ ഓപ്പോസിറ്റ് ബിസിനസ്സിൽ ക്യാഷ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ആണ് കാണിക്കുക. നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വന്ന ക്രെഡിറ്റ് എന്നും ബിസിനസ്സിലെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഡെബിറ്റ് എന്ന് കാണിക്കുക. അപ്പൊ ക്യാഷ് വന്നു കഴിഞ്ഞാൽ ഡെബിറ്റും, ക്യാഷ് പോയി കഴിഞ്ഞാൽ ക്രെഡിറ്റ്. ഇതൊരു റൂളാണ്. അതായത് നമ്മൾ നമ്മുടെ ചാനൽ എൻട്രി വായിക്കുക. അപ്പൊ എന്നിട്ട് നോക്കുക ബിസിനസ്സിലോട്ട് ക്യാഷ് വരികയാണോ ക്യാഷ് പോവുകയാണോ. ക്യാഷ് വരികയാണെങ്കിൽ ഡെബിറ്റ്, ക്യാഷ് പോവുകയാണെങ്കിൽ ക്രെഡിറ്റ്. അതൊന്നാമത്തെ. പിന്നെ അതുപോലെ തന്നെ ഈ എക്സ്പെൻസുകൾ ഉണ്ടാവില്ലേ, പർച്ചേസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിനെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യാം. അതുപോലെ ഇൻകത്തിനെല്ലാം ക്രെഡിറ്റ് ചെയ്യും. പർച്ചേസ് സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് എക്സ്പെൻസിനൊക്കെ ഡെബിറ്റ് ചെയ്യും,
സെയിൽസ് അങ്ങനത്തെ ഇൻകംസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഈ 2 റൂൾ വെച്ച് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാനുവൽ അക്കൗണ്ടിങ് അതായത് ജേർണൽ എൻട്രി സിമ്പിൾ ആയിട്ട് എഴുതാം. ജേർണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? മാനുവൽ ചെയ്യുമ്പോൾ നമുക്ക് ജേർണൽ എൻട്രി, ലെഡ്ജർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കണം. പക്ഷെ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യുമ്പോഴാണെങ്കിലോ ജസ്റ്റ് വെറുതെ ലെഡ്ജർ കൊടുക്കുക, വൗച്ചർ കൊടുക്കുക. അപ്പൊ ഈ വൗച്ചർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, ജേർണൽ എൻട്രി കറക്റ്റ് ആയാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ നമ്മൾ ചെയ്യണോ കമ്പ്യൂട്ടറൈസ്ഡിൽ? വേണ്ട. അതെല്ലാം നമുക്ക് എന്താണ്, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ലെഡ്ജറും കറക്റ്റ് ആയിട്ടുള്ള വൗച്ചറും കൊടുത്തിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട്സ് നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കാണിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അതിന്റെ ഗുണം. അപ്പൊ നിങ്ങൾ ജേർണൽ എൻട്രി എഴുതാൻ നല്ല പോലെ തറവായിട്ട് ഈ റൂൾസ് വെച്ച് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞു അജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഈ പറഞ്ഞ റൂൾ നോക്കാം. ക്യാഷ് വരികയാണോ പോവാണോ ചെയ്യണത്? ഒരാള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് അതായത് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരല്ലേ ചെയ്യണം, ബിസിനസ്സിലോട്ട് ക്യാഷ് വരല്ലേ ചെയ്യണേ. സോ നമ്മൾ എന്ത് ചെയ്തു, ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ കൊണ്ടുവന്നത് ക്യാഷ് ആണ്, എന്തായിട്ടാ വന്നത്, ക്യാപിറ്റൽ ആയിട്ടാ വന്നത്. അതുകൊണ്ട് ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കൊടുത്തു, കൺട്രോൾ പ്രസ് ചെയ്താൽ മതി, സേവ് ആയി, അക്കൗണ്ട് സേവ് ആയി, വേറെ ഒന്നുമില്ല. അത് സേവ് ആയി കഴിഞ്ഞാൽ അണ്ടർ അവിടെ ക്യാപിറ്റൽ നിന്ന് കിടക്കും, അത് നിങ്ങൾ ബോധർ ചെയ്യണ്ട. അടുത്ത നെയിം കൊടുക്കുക, അണ്ടർ കൊടുക്കുക, സേവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അടുത്തത് ബോട്ട് ഫർണിച്ചർ ഫോർ 2100 rupees ആണ്. അപ്പൊ ബോട്ട് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, പർച്ചേസ് അല്ലേ വരുന്നത്. അതിന്റെ ജേർണൽ എൻട്രി എന്താ വരാ, ഫർണിച്ചർ. അതവിടെ പർച്ചേസ് അക്കൗണ്ട് അല്ല ഉണ്ടാക്കണ്ടേ, അവിടെ എന്താ ഉണ്ടാക്കണ്ടേ, നമ്മള് ഫർണിച്ചറിന്റെ അക്കൗണ്ട് ഉണ്ടാക്കണ്ടേ. അപ്പൊ നമ്മൾ ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നല്ലേ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫർണിച്ചർ എന്നുള്ള പേര് കൊടുക്കാം. ഫർണിച്ചർ എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഫിക്സഡ് അസറ്റ് ആണ് അതിന്റെ അണ്ടർ അല്ലെ. കാരണം ഫർണിച്ചർ എവിടെ വരുന്നത്, ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിൽ അത് കറന്റ് അസറ്റ് ആണോ, അല്ല, ഫിക്സഡ് അസറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറി പഠിച്ച സമയത്ത്. അപ്പൊ എന്താണ്, ഫിക്സഡ് അസറ്റ് ആണ്. സോ ഫിക്സഡ് അസറ്റ് എന്ന് കൊടുക്കുക, സേവ് ചെയ്യാം. ഇതിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് പേര് കൊടുത്ത് അണ്ടർ കൊടുത്ത് സേവ് ചെയ്ത് പിന്നെയും പേര് കൊടുത്ത്, അപ്പൊ അത് ഭയങ്കര ബോറിംഗ് ആണ്. നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാനില്ല. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, മൾട്ടി ക്രിയേറ്റ് യൂസ് ചെയ്യുക. എസ്കേപ്പ് ചെയ്യുക. ഇപ്പൊ കൊടുത്തത് അവിടെ കിടന്നോട്ടെ, അത് ഇനി റിപ്പീറ്റ് ചെയ്യണ്ട നമുക്ക്. പക്ഷേ കൊടുക്കുന്നതിന്റെ ഇടയിൽ മൾട്ടി ക്രിയേറ്റ് യൂസ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം സിംഗിൾ ക്രിയേറ്റ് ചെയ്തത്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുത്ത് കഴിയുമ്പോൾ ലെഡ്ജേഴ്സ് എടുക്കുക. ഇവിടെ മൾട്ടി മാസ്റ്റേഴ്സ് കാണാം, അതായത് ഓൾട്ട് എച്ച് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടി മാസ്റ്റേഴ്സിൽ നമ്മൾ പ്രസ് ചെയ്യുക, മൾട്ടി ക്രിയേറ്റ് എന്നുള്ളത് എടുക്കുക. മൾട്ടി ക്രിയേറ്റ് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ ഐറ്റംസ് എന്ന് കാണാം, എൻ്റർ അടിച്ചു കൊടുക്കുക, നെയിം ഓഫ് ലെഡ്ജർ. അടുത്തത് നോക്കാം നമുക്ക്. നമ്മളിപ്പോ എന്തൊക്കെ കൊടുത്തു, ക്യാപിറ്റൽ കൊടുത്തു, ഫർണിച്ചർ കൊടുത്തു അല്ലെ, ക്യാഷ് പിന്നെ ഓൾറെഡി അതിലുണ്ട്. അടുത്ത ട്രാൻസാക്ഷൻ വായിച്ചിട്ട് ജേർണൽ എൻട്രി എന്താണെന്ന് തീരുമാനിച്ചിട്ട് വേണമെങ്കിൽ അത് കൊടുക്കണേ, കണ്ടിന്യൂവേഷൻ ആണ്. അല്ലാണ്ട് നേരത്തെ കൊടുത്തത് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പോലെ ഇവിടെയും എഴുതി കാണിക്കും, നെയിം ഓൾറെഡി എക്സിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പൊ അതില്ലാതിരിക്കാൻ നമുക്ക് അടുത്തത് കൊടുക്കാം. ഓക്കെ, അതായത് ലെഡ്ജർ ഒരിക്കലും റിപ്പീറ്റേഷൻ ലെഡ്ജേഴ്സ് കൊടുക്കാൻ പാടില്ല. വൗച്ചറുകൾ നമ്മൾ കൊടുക്കും, പക്ഷേ ലെഡ്ജറുകൾ നമ്മൾ ഒരിക്കലും റിപ്പീറ്റേഷൻ ആയിട്ട് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഓൾറെഡി എക്സിസ്റ്റഡ് എന്നുള്ള ബോക്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ആനന്ദ് ട്രേഡേഴ്സ്. അതായത് ആനന്ദ് ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് ഗുഡ്സുകൾ പർച്ചേസ് ചെയ്തു എന്നാ പറയണേ. ഗുഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഗുഡ്സ് ആകുമ്പോൾ ഗുഡ്സ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊടുക്കില്ല. ഗുഡ്സ്, സ്റ്റോക്ക്, റോ മെറ്റീരിയൽസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആ അക്കൗണ്ട് അല്ല കൊടുക്കുക. പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ്, സെയിൽ ആണെങ്കിൽ സെയിലാ കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ എന്താ കൊടുക്കണ്ടേ, പർച്ചേസ് അല്ലേ കൊടുക്കണ്ടേ. ഞാൻ നോക്കിയാൽ കൊടുക്കുന്നത് പർച്ചേസിന് കൊടുത്തു, എൻ്റർ അടിച്ചു, പർച്ചേസ് തന്നെ കൊടുത്തു. കാരണം അണ്ടർ പർച്ചേസ് അക്കൗണ്ട് തന്നെയാണല്ലോ. ഇവിടെ ഓപ്പണിംഗ് ബാലൻസിൽ എമൗണ്ട് കൊടുക്കണം എന്നില്ല. കാരണം നമ്മൾ ഇതിന്റെ വൗച്ചർ ചെയ്യുന്നതാണ്. വൗച്ചർ ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസിൽ എമൗണ്ട് കൊടുത്തു, വൗച്ചറിൽ എമൗണ്ട് കൊടുത്ത രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് എവിടെ വരിക, ഫൈനൽ അക്കൗണ്ട്സിൽ വരിക. അപ്പൊ നമ്മൾ എന്താണ്, വൗച്ചർ ചെയ്യുന്നതിനൊന്നും നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൽ എമൗണ്ട് കൊടുക്കേണ്ട, ജസ്റ്റ് എൻ്റർ അടിച്ച് സ്കിപ്പ് ചെയ്ത് പോയാൽ മതി. അപ്പൊ അത് കൊടുത്തു. അടുത്തത് ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, സെയിൽ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ സെയിൽ എന്ന് കൊടുത്തു, സെയിലിന്റെ അണ്ടർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായാലോ സെയിൽസ് തന്നെയാണ്. അപ്പൊ നമ്മൾ സെയിൽസിന്റെ അണ്ടർ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അടുത്തത് മനോഹർ, അതായത് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മനോഹർ. നമ്മൾ മനോഹറിന് കുറച്ച് ഗുഡ്സ് കടത്തിന് വിറ്റു. മനോഹറിന് എന്തിനാ വിൽക്കണേ, കടത്തിനാണ് വിൽക്കണത്. അപ്പൊ മനോഹർ അക്കൗണ്ട് ഇട്ടിട്ട് സെയിൽ വരിക. സെയിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആരെ ക്രിയേറ്റ് ചെയ്യണം, മനോഹർ. ഈ പേര് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് ഡെപ്റ്റർ ആണോ ക്രെഡിറ്റർ ആണോ. അപ്പൊ ഇവിടെ നമുക്കൊരു തിയറി പറയാൻ എന്താ, അതായത് ഡെപ്റ്റേഴ്സ്, സൺട്രി ഡെപ്റ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്. അക്കൗണ്ടിങ്ങിന്റെ ഭാഷയിൽ കസ്റ്റമേഴ്സിനെയും സപ്ലയേഴ്സിനെയും പറയുന്ന പേരാണ് സൺട്രി ഡെപ്റ്റേഴ്സ് ആൻഡ് സൺട്രി ക്രെഡിറ്റേഴ്സ്. അപ്പൊ ആരാ സൺട്രി ഡെപ്റ്റർ, സൺട്രി ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്, സൺട്രി ഡെപ്റ്റേഴ്സ്. അപ്പൊ ആരാ സപ്ലയേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് സപ്ലയേഴ്സ്. ഇത് മറക്കാതെ
നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. അതായത് മറക്കരുത്, തെറ്റിപ്പോകരുത്, മറക്കരുത്. മറന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ എന്താവും ഫൈനൽ അക്കൗണ്ട്സിൽ ചേഞ്ചസ് വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കസ്റ്റമേഴ്സും സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ എന്താണ് സപ്ലയേഴ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ മനോഹർ, അതായത് നമ്മൾ സെയിൽ ചെയ്യണത്, അതായത് നമ്മളാണ് സെയിൽ ചെയ്യുന്നത്. നമ്മൾ ആർക്കാ സെയിൽ ചെയ്യുന്നത്? നമ്മൾ ആർക്കാ സെയിൽ ചെയ്യാം? നമ്മുടെ കസ്റ്റമേഴ്സിനല്ലേ സെയിൽ ചെയ്യാം. അപ്പൊ മനോഹർ ആരാണ്? സൺട്രി ഡെപ്റ്റർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ ഇവിടെ എന്ത് കൊടുക്കാം? സൺട്രി ഡെപ്റ്റേഴ്സ് എന്നുള്ളത് കൊടുക്കാം. പിന്നെ നമുക്ക് അപ്പൊ മനോഹർ ക്രിയേറ്റ് ചെയ്തു. അടുത്തത് പെയ്ഡ് ഫോർ ഓഫീസ് സ്റ്റേഷനറി ആണ്. അപ്പൊ ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ് ആണ് ഞാൻ പെയ്ഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഓഫീസ് സ്റ്റേഷനറി എന്നുള്ളത് കൊടുത്തു. സ്റ്റേഷനറി എന്നുള്ളത് കൊടുത്തു. ഇവിടെ എന്ത് കൊടുത്തു? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളത് കൊടുത്തു. കണ്ട, ഓഫീസ് സ്റ്റേഷനറി കൊടുത്തു, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളത് കൊടുത്തു, എൻ്റർ അടിച്ചു, ഓഫീസ് സ്റ്റേഷനറി ആയി. പിന്നെ അടുത്തത് മനോഹർ റെമിറ്റഡ് ഓൺ അക്കൗണ്ട്. അതായത് മനോഹർ എന്ത് ചെയ്തു? റെമിറ്റഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചടച്ചു എന്നാണ്. മനോഹറിന് നമ്മൾ പൈസ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രെഡിറ്റ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പൈസ മനോഹർ നമുക്ക് തിരിച്ചടച്ചു. അപ്പൊ ഇനി നമുക്ക് മനോഹറിനെ ഇതിനൊന്നൊക്കെ ഉണ്ടാക്കണോ? വേണ്ട, നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് മതി. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിസീവ് ചെയ്തു. അതായത് ഇൻവെസ്റ്റ്മെന്റിലുള്ള ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ ലെഡ്ജർ ഉണ്ടാക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതിന്റെ ലെഡ്ജർ കേട്ടോ. എന്താ? ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻഡയറക്റ്റ് ഇൻകം. നമുക്ക് ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി നമുക്ക് എന്ത് ചെയ്യാം? എൻ്റർ അടിക്കാം. ഓക്കെ, നമുക്കറിയാലോ, കാരണം അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്നതിന് പറയുന്ന പേരെന്താ? ഇൻഡയറക്റ്റ് ഇൻകംസ് അല്ലേ. സോ നമ്മൾ അതിന്റെ അണ്ടർ എന്ത് കൊടുത്തു? ഇൻഡയറക്റ്റ് ഇൻകംസ് ആയിട്ട് നമ്മൾ കൊടുത്തു. ഓക്കെ, അടുത്തത് പെയ്ഡ് റെന്റ് ടു ലാൻഡ് ലോഡ്. ലാൻഡ് ലോഡിന്റെ റെന്റ് പെയ്ഡ് ചെയ്തു. അപ്പൊ റെന്റ് എന്ന് കൊടുത്താൽ മതി അല്ലെ നമുക്ക്, അല്ലെങ്കിൽ ലാൻഡ് ലോഡ് റെന്റ് എന്ന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. റെന്റ് ആണ് നമുക്ക് ഇവിടെ മെയിൻ ഫാക്ട് എന്ന് പറയുന്നത്. റെന്റ് പെയ്ഡ് ആണ് ചെയ്തത്, റിസീവ് അല്ല. അപ്പൊ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് റെന്റ് പെയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ നോക്കിയിട്ട് അണ്ടറുകൾ കൊടുക്കുക കേട്ടോ. അടുത്തത് അജയ് വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. നമ്മൾ ബിസിനസിന് വേണ്ടി ഇറക്കുന്ന എമൗണ്ട്, അത് നമ്മളുടെ ബിസിനസിന്റെ ആവശ്യത്തിനല്ലാതെ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. എന്താണ്? ഡ്രോയിങ്സ്. അതായത് നമ്മളുടെ ബിസിനസ്സിലേക്ക് ഇറക്കുന്ന ആ ക്യാപിറ്റലിൽ നിന്ന് ബിസിനസിന്റെ നീഡ്സിനല്ലാതെ നമ്മളുടെ നീഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ, പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? ഡ്രോയിങ്സ് എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡ്രോയിങ്സ് കൊടുക്കാം. ഇവിടെ പേഴ്സണൽ യൂസ് അല്ലേ പറഞ്ഞല്ലേ, ഡ്രോയിങ്സ് എന്നുള്ളത് കൊടുക്കാം. ഡ്രോയിങ്സിന്റെ അണ്ടർ എന്താ വരിക? ക്യാപിറ്റൽ. ഞാൻ പറഞ്ഞു ക്യാപിറ്റലിന്റെ അണ്ടറും ഡ്രോയിങ്സിന്റെ അണ്ടറും സെയിം ആണ്. രണ്ടും എന്താണ്? ക്യാപിറ്റൽ ആണ്. അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഡ്രോയിങ്സ് എന്നുള്ളത് നമ്മൾ കൊടുത്തു. പിന്നെ അടുത്തത് പെയ്ഡ് സാലറി ടു മാനേജർ. സാലറി ആണ് പെയ്ഡ് ചെയ്യുന്നത്, പെയ്ഡ് ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സാലറി എന്ന് കൊടുക്കുക. സാലറിയുടെ അണ്ടർ എന്താ വരുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയല്ലേ വരുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കാം, അതിൽ നമുക്ക് വേറെ ഡൗട്ട് ഒന്നുമില്ല. കൊടുത്തു. ഇപ്പൊ ഈ ഒരു ചെറിയ പ്രോബ്ലത്തിലത്തെ എല്ലാത്തിന്റെയും ലെഡ്ജേഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഒക്കെ വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഇതിനെ സേവ് ചെയ്യാം. കൺട്രോൾ എ പ്രസ് ചെയ്ത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർ അടിച്ച് പോവാം. പിന്നെ നമ്മൾ ഈ ടാലിയിൽ ഏതൊരു ഇത് ഓപ്പൺ ആയി കിടപ്പുണ്ടെങ്കിലും ബാക്കോട്ട് പോവാൻ വേണ്ടി എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി കേട്ടോ. എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങോട്ട് എന്താവും? ബാക്ക് പോയിക്കൊണ്ടിരുന്നോളൂ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബാക്ക് പോയിക്കോളും. ഓക്കെ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് വൗച്ചർ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് വൗച്ചറിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണത്? ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പൊ ഞാൻ വൗച്ചേഴ്സ് എന്നുള്ളത് എടുത്തു. വൗച്ചേഴ്സിൽ ഞാൻ ആദ്യത്തെ വായിക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ ആണ് നമ്മുടെ ഫസ്റ്റത്തെ ജേർണൽ എൻട്രി അല്ലേ. അപ്പൊ ക്യാഷ് വരികയാണോ പോവാണോ ചെയ്യണത്? ക്യാഷ് റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കുന്ന വൗച്ചർ ഏതാ? റെസീറ്റ് വൗച്ചർ അല്ലേ. റെസീറ്റ് വൗച്ചറിന്റെ കീ ഏതാ? F6 ആണ്. അപ്പൊ ഞാൻ F6 പ്രസ് ചെയ്തു, എൻ്റർ അടിച്ചു. ക്രെഡിറ്റിൽ നമുക്ക് എന്താ വരുന്നത്? ക്യാപിറ്റൽ അല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ എന്ന് കൊടുത്തു. അതിന്റെ എമൗണ്ട് എത്ര വരുന്നത്? 25,000. ഓക്കെ, 25,000 കൊടുത്തു. നമ്മൾ ഇവിടെ എന്ത് കൊടുത്തു? ക്യാഷ് എന്നുള്ളത് കൊടുത്തു. നോക്കിയേ, ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ 25,000. സിമ്പിൾ അല്ലേ? അതെന്തുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ കൊടുത്ത ക്യാഷ് കൊടുക്കാണ്ട്? അവിടെ ക്രെഡിറ്റ് വന്നുകൊണ്ടാ. അവിടെ ഡെബിറ്റ് വന്നിരുന്നെങ്കിൽ ഞാൻ ക്യാഷ് കൊടുത്തേനെ. പക്ഷെ അവിടെ എന്താ വന്നത്? നമുക്ക് ക്രെഡിറ്റ് ആണ് വന്നത്. അപ്പൊ ക്രെഡിറ്റ് വന്നപ്പോൾ ഞാൻ ക്യാപിറ്റൽ കൊടുത്തു, ഡെബിറ്റിലെ ക്യാഷ് കൊടുത്തു. നമ്മുടെ എമൗണ്ട് ആണ് ഡെബിറ്റും ക്രെഡിറ്റ് ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നു. എൻ്റർ അടിക്കാൻ നരേഷൻ അത് ഓപ്ഷണൽ ആണ്. വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കണ്ട. മനസ്സിലായില്ല? അത്രേ ഉള്ളൂ. അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക്, അതായത് നമുക്കിപ്പോ ഒരാൾ വന്ന് നമ്മുടെ വൗച്ചർ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇത് എന്തിന്റെ വൗച്ചർ ആണെന്ന് പെട്ടെന്ന് നമുക്ക്
മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, നരേഷൻ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നരേഷൻ കൊടുക്കുക വേണ്ട. ഓക്കെ, അപ്പൊ അങ്ങനെ നരേഷൻ വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കണ്ട. എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ അവർ ചോദിക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവർ ചോദിക്കും. ആക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, യെസ് കൊടുക്കുക, എൻ്റർ അടിക്കുക ചെയ്യാം. നമുക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാം, കാരണം ഇതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ആക്സെപ്റ്റ് ചെയ്യാം. അടുത്തത് ബോട്ട് ഫർണിച്ചർ ഫോർ 2100 ആണ്. അപ്പൊ നമ്മൾ ഫർണിച്ചർ വാങ്ങുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നാണ് വരുന്നത്, അല്ലാണ്ട് പർച്ചേസ് അല്ല വരുന്നത്. പർച്ചേസ് ആണ് വന്നിട്ടെങ്കിൽ പർച്ചേസ് വൗച്ചറിൽ ചെയ്യാം. പക്ഷെ ഇതിൽ എന്താ വരുന്നത്, ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ് പോയതായിട്ടില്ല കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് വൗച്ചറിൽ ചെയ്യാം, പേയ്മെന്റ് വൗച്ചർ. കാരണം ക്യാഷ് എവിടെ വന്ന ക്രെഡിറ്റില്, ക്രെഡിറ്റിൽ വരുന്നത് ക്യാഷ് പോകുമ്പോഴാണ്. സോ നമ്മൾ പേയ്മെന്റ് വൗച്ചർ എടുത്തു. നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടില്ല നേരത്തെ, അപ്പൊ ഫർണിച്ചർ എന്നുള്ളത് കൊടുത്തു. എമൗണ്ട് എത്ര വരുന്ന, ഫർണിച്ചറിന്റെ എമൗണ്ട് 2100 ആണ് വരുന്നത് കേട്ടോ. 2100 കൊടുത്തു, ക്യാഷ് നോക്കിയേ, 2100 കൊടുത്ത് ക്യാഷ് കൊടുത്ത് സേവ് ചെയ്തു. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് അതും പഠിച്ചു അല്ലെ. അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ആനന്ദ് ട്രേഡേഴ്സ്. അതായത് ആനന്ദ് ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഗുഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ വരിക, പർച്ചേസ് അക്കൗണ്ട് അപ് ടു ആനന്ദ് ട്രേഡേഴ്സ്. ഇവിടെ എന്താ വരിക, പർച്ചേസ് അക്കൗണ്ട് അപ് ടു ആനന്ദ് ട്രേഡേഴ്സ്. സോ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസിന്റെ വൗച്ചർ എടുക്കണം. പിന്നെ എന്ത് ചെയ്യണം, ചേഞ്ച് മോഡ് എടുക്കണം. ഇവിടെ നിന്ന് എന്തെടുക്കണം, ആസ് വൗച്ചർ എടുക്കണം. നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പുകൾ, അതിൽ വേറെ ഒരു വ്യത്യാസമില്ല. ക്രെഡിറ്റിൽ നമ്മൾ എന്താ കൊടുക്കണ്ടേ, പർച്ചേസ് അക്കൗണ്ട് അപ് ടു ആനന്ദ് ട്രേഡേഴ്സ് ആകുമ്പോൾ ആനന്ദ് എന്നുള്ള ആളുടെ പേര് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ആനന്ദിനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ വൗച്ചർ ക്രിയേറ്റ് ചെയ്തപ്പോഴേ ആനന്ദിനെ ക്രിയേറ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ എന്താ ചെയ്യുക, ഇനിയിപ്പൊ ബാക്ക് അടിച്ച് വീണ്ടും ക്രിയേറ്റ് ചെയ്യണ്ടേ, അതിന്റെ ആവശ്യമില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആനന്ദിന്റെ പേര് പറയാതിരുന്നത്. കാരണം ഇതെങ്ങനെയാണ് വൗച്ചറിന്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് പഠിക്കുക. അതായത് സെക്കൻഡറി ലെഡ്ജർ ക്രിയേഷൻ എന്നാണ് അതിന്റെ പേര്. സെക്കൻഡറി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കീബോർഡിൽ ഓൾട്ട് സി പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് പ്രസ് ചെയ്യേണ്ടത് ഓൾട്ട് സി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ലെഡ്ജർ ക്രിയേഷൻ നോക്കിയേ, ആനന്ദ് ട്രേഡേഴ്സ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആനന്ദ് എന്നുള്ളത് കൊടുത്തു, എൻ്റർ അടിച്ചു. നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, ആനന്ദ് ട്രേഡേഴ്സിന് നമ്മൾ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസാ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ആകുമ്പോൾ അയാൾ ആരാ, സൺട്രി ക്രെഡിറ്റർ ആണ്. സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ നമ്മൾ ഉണ്ടാക്കി. സിമ്പിൾ അല്ലേ. ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. നമുക്ക് തന്നിട്ടുണ്ട് ആനന്ദിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. GST ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അതായത് GST ചെയ്യുന്ന സമയത്ത് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കൊടുക്കുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് അതുപോലെ തന്നെ സേവ് ചെയ്യും. സേവ് ചെയ്യല്ല, ബാക്കിയുള്ളത് കൊടുക്കാം. അതായത് നമുക്ക് എമൗണ്ട് എത്ര വരുന്ന ആനന്ദ് ട്രേഡേഴ്സിന്റെ 2850 രൂപയാണ് വരുന്നത്. 2850 രൂപ. ഇതിൽ നമുക്ക് ന്യൂ റെഫറൻസ് അഗൈൻസ്റ്റ് റെഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതായത് പർച്ചേസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ന്യൂ റെഫറൻസിലോട്ട് കൊടുക്കുക. അപ്പൊ 1 എന്നുള്ള റെഫറൻസ് നമ്പർ ഞാൻ കൊടുത്തു, നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് എന്നുള്ളത് കൊടുത്തു. ഈ നെയിം ഓഫ് ഐറ്റം എന്നുള്ളത് നമുക്ക് വരേണ്ട കാര്യമില്ല. അത് F12 അലൊക്കേഷൻ ഓൺ ആയി കിടക്കുന്നതുകൊണ്ടാണ് ഈ സംഭവം വരുന്നത്. നമുക്ക് F12 എടുക്കാം. F12 എടുത്തിട്ട് ഇതിൽ ഐറ്റം അലൊക്കേഷൻ എന്നുള്ളത് ചിലപ്പോൾ ഓൺ ആയി കിടപ്പുണ്ടാവും. അപ്പൊ ഈ ഷോ കാണുന്നില്ലെങ്കിൽ കോൺഫിഗറേഷൻസ് എന്താ ചെയ്യുക, ഷോ മോർ ആക്കി കൊടുക്കുക. ഇവിടെ ഐറ്റം അലൊക്കേഷൻ ഞാൻ നേരത്തെ കണ്ടിരുന്നു, അത് ഓണായി കിടപ്പുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. അത് വന്നെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ ഓഫ് ചെയ്തിട്ട് അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ നോക്കാം, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഐറ്റം അലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നോക്കിയിട്ട് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ഓഫ് ചെയ്തിടുക. അപ്പൊ അത് ഓഫ് ചെയ്തിട്ട് ആ സംഭവങ്ങൾ വരില്ല. ഷോ ഇൻവെന്ററി ഡീറ്റെയിൽസ് നോ ആക്കിക്കോ. നമുക്ക് ഇൻവെന്ററി ഡീറ്റെയിൽസിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ അക്കൗണ്ടിങ് ഓൺലി പ്രോബ്ലംസ് അല്ലേ ചെയ്യണേ. സപ്ലയർ ഇൻവോയ്സ് ഡീറ്റെയിൽസ് ഇപ്പൊ നോ ആക്കണ്ട, ഇൻവെന്ററി ഡീറ്റെയിൽസ് മാത്രം നോ ആക്കി ഇട്ട് കൊടുക്കുക. ദെൻ എൻ്റെ അടിച്ചു പോകാം. 2850. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് അപ്ഡേറ്റ് ആനന്ദ് 2850 രൂപ നമ്മൾ കൊടുത്തു. അപ്പൊ അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അടുത്തത് ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽ ആണ് ഈ ക്യാഷ് സെയിൽസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, F8 പ്രസ് ചെയ്യുക. F8 പ്രസ് ചെയ്തതിന് ശേഷം ചേഞ്ച് മോഡ് എടുക്കുക. ചേഞ്ച് മോഡിൽ നമ്മൾ ആസ് വൗച്ചർ എന്നുള്ളത് എടുക്കുക. ആസ് വൗച്ചർ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് കൊടുക്കാം. ക്യാഷ് കൊടുത്തു. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, എമൗണ്ട് കൊടുക്കണ്ടേ, നമുക്ക് ക്യാഷിന്റെ എമൗണ്ട് കൊടുക്കണ്ടേ. ക്യാഷിന്റെ എമൗണ്ട് കൊടുക്കാം കേട്ടോ. ക്യാഷിന്റെ എമൗണ്ട് നമുക്ക് എത്ര തന്നിട്ടുള്ളത്, 3500 രൂപ, 3500. സെയിൽ കൊടുക്കുക. ഇവിടെ ക്രെഡിറ്റിൽ സെയിൽ കൊടുക്കുക. അത് വീണ്ടും വരുന്നുണ്ട്, കുഴപ്പമില്ല, എൻ്റർ അടിച്ച് പോയാൽ മതി കേട്ടോ. സെയിൽ ചെയ്യാം. ഓക്കെ അല്ലേ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മനോഹർ ആണ്. അപ്പൊ നമുക്ക് എന്താ വരിക, മനോഹർ അക്കൗണ്ട് അപ് ടു സെയിൽസ് ആണ് വരുന്നത്. അപ്പോഴും നമ്മൾ ഇവിടെ തന്നെ കൊടുത്താൽ മതി.
സെയിൽ ക്രെഡിറ്റ് സെയിലും ക്യാഷ് സെയിലും ഒക്കെ ഇതിൽ തന്നെ കൊടുക്കാം. മനോഹർ എന്നുള്ളത് കൊടുത്തു, എൻ്റർ അടിച്ച് പോവാ. മനോഹർ എന്നുള്ളത് കൊടുത്തു, എൻ്റർ അടിച്ച് പോവാ. ഇവിടെ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താനില്ല. നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് എത്രയാണ് നോക്കാം. 2500 ആണ് വരുന്നത്. 2500 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ന്യൂ റെഫറൻസ് എന്നുള്ള 2 ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ റെഫറൻസ് പർച്ചേസിന് 1 കൊടുത്തുള്ളതുകൊണ്ട് ഇത് 2 എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി വരും. എൻ്റർ അടിച്ച് പോവാ, സേവ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഈ നെയിം എന്താ പറയാ, അലൊക്കേഷൻ വരാണ്ടിരിക്കാൻ F12 ഓപ്ഷൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ F11 ഫീച്ചറിൽ ഇൻവെന്ററി എന്നുള്ളതും ഇന്റഗ്രേറ്റ് ഇൻവെന്ററി എന്നുള്ളതും നോ ആക്കിയിട്ടിട്ട് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി യെസ് ആക്കിയിട്ട് കൊടുത്ത് നോക്കാം. നമുക്ക് അതുകൂടി ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യമേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് വരും. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് മാറ്റുമ്പോൾ ചില സമയത്ത് അത് ഓപ്പൺ ആയി വരും, ചില സമയത്ത് അത് വരില്ല. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ അത് കൊടുത്തു, സെയിൽസ് കൊടുത്തു. പിന്നെ അടുത്തത് ഓഫീസ് സ്റ്റേഷനറി ആണല്ലോ. ഇനിയിപ്പോ നമുക്ക് അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇനി സെയിൽസും പർച്ചേസ് ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓഫീസ് സ്റ്റേഷനറി പെയ്ഡ് ചെയ്തു. പേയ്മെന്റ് വൗച്ചർ അല്ലേ ചെയ്യണ്ടേ. നമ്മൾ പേയ്മെന്റ് വൗച്ചർ എടുത്തു. നമുക്ക് ഇവിടെ ഓഫീസ് സ്റ്റേഷനറി എന്നുള്ളത് എടുത്തു. ഓഫീസ് സ്റ്റേഷനറി എന്നുള്ളത് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, 25 രൂപയാണ് പെയ്ഡ് ചെയ്യുന്നത്. ഓഫീസ് സ്റ്റേഷനറി 25 എന്ന് കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ആയിട്ടാണ് പേയ്മെന്റ് നടത്തുന്നത്. സോ ക്യാഷ് എന്ന് കൊടുത്തു, സേവ് ചെയ്തു. കണ്ടോ. പിന്നെ അടുത്തത് നമുക്ക് പറയുന്നത് മനോഹർ റെമിറ്റഡ് ഓൺ അക്കൗണ്ട്. നേരത്തെ നമ്മൾ മനോഹറിന് എന്താ പറയാ ക്രെഡിറ്റ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പൈസയാണ് റെമിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യാം, നോക്കിക്കോ, മനോഹർ അല്ലേ, നമ്മൾ മനോഹറിന് കൊടുത്തു. എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് എന്ത് വരും, ന്യൂ റെഫറൻസ് പോയിട്ട് അഗെയിൻസ്റ്റ് റെഫറൻസ്. എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ റെഫറൻസ് നമ്പർ കൊടുത്തിട്ടുണ്ടോ അതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെഫറൻസ് വരും. അവിടെ ഓട്ടോമാറ്റിക്കലി വരും 2 എന്നുള്ളത്. കാരണം സെയിൽസിന്റെ 2 അല്ലേ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പേയ്മെന്റ് വൗച്ചർ ആണോ വന്നിട്ടുള്ളത്, സോറി, റെമിറ്റഡ് എന്ന് പറയുമ്പോൾ മനോഹർ റെമിറ്റഡ് ഓൺ അക്കൗണ്ട് റെസീറ്റ് വൗച്ചർ ആണ് വരിക. കാരണം മനോഹറിന് നമ്മൾ സെയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിൽ ചെയ്തത് നമുക്ക് ഇങ്ങോട്ട് പൈസ തരണം. അപ്പൊ F6 ആണ് എടുക്കേണ്ടത്. F6 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്തിട്ടോ വരിക, ക്യാഷ് അക്കൗണ്ട് അപ് ടു മനോഹർ എന്നാണ് വരുന്നത് അല്ലെ. മനോഹർ കൊടുക്കുമ്പോൾ അഗൈൻസ്റ്റ് റെഫറൻസ് 2 ആയിട്ട് തന്നെ വരും. കാരണം സെയിൽസിന്റെ 2 ആയിട്ടല്ലേ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ക്യാഷ് എന്നുള്ളത് കൊടുക്കണം. കണ്ടോ, ക്യാഷ് അക്കൗണ്ട് അപ് ടു മനോഹർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ 2500 രൂപക്ക് കടത്തിന് കൊടുത്ത പൈസ നമുക്ക് അയാൾ കൊണ്ടുവന്ന് തന്നു, തിരിച്ചടച്ചു. ഓക്കെ, അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിസീവ്ഡ് ആണ്. അപ്പോഴും റിസീപ്റ്റ് തന്നെയല്ലേ വരിക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് കൊടുക്കുക. എത്ര എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്, 150 രൂപയാണ് വരുന്നത്. 150 എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്തു, ക്യാഷ് എന്നുള്ളത് നമ്മൾ കൊടുത്തു. കണ്ടോ, അപ്പൊ ക്യാഷ് അക്കൗണ്ട് അപ് ടു ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിസീവ്ഡ്. ഓക്കെ അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ വൗച്ചറുകൾ എല്ലാവർക്കും ചെയ്യുന്നത് എങ്ങനെയാന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ എങ്ങനെയൊക്കെയോ വൗച്ചർ എടുത്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ക്യാഷ് വരികയാണെങ്കിൽ റിസീറ്റ്, ക്യാഷ് പോവുകയാണെങ്കിൽ പേയ്മെന്റ്, ക്യാഷും ബാങ്കും വരുന്നത് നമുക്ക് വന്നിട്ടില്ല, വന്നാൽ നമുക്ക് കാണിച്ചു തരാം. ജേണൽ എന്നുള്ളത് വരും. പർച്ചേസിന് പർച്ചേസ്, സെയിൽസിന് സെയിൽസ്, റിട്ടേൺസിനാകുമ്പോൾ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. അടുത്ത ട്രാൻസാക്ഷൻ എന്താ വരുന്നത്, റെന്റ് പെയ്ഡ് ചെയ്തു. അതായത് ലാൻഡ് ലോഡിന്റെ റെന്റ് പെയ്ഡ് ചെയ്യാണ് ചെയ്തത്. സോ F5 എന്നുള്ളത് അടിക്കണം. F5 എന്നുള്ളത് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെന്റ് എന്നുള്ളത് കൊടുക്കുക. എമൗണ്ട് എത്രയാണ് നമുക്ക് റെന്റിന് വരുന്നത്, 550 രൂപയാണ് പെയ്ഡ് ചെയ്തു ടു ക്യാഷ്. കണ്ടോ, റെന്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് പറഞ്ഞു കൊടുത്തു, സേവ് ചെയ്തു. ഇത്രയല്ലേ ഉള്ളൂ, റെന്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. അടുത്തത് അജയ് വിഡ്രോ ക്യാഷ് ഫോർ 500 പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിനായിട്ടാണ് വിഡ്രോ ചെയ്തത്. ഡ്രോയിങ്സ് ആണ് വരുന്നത്. ഡ്രോയിങ്സ് ടു ക്യാഷ് ആണ് വരുന്നത്. നമുക്ക് ഗുഡ്സ് വിഡ്രോ ചെയ്യണമെങ്കിൽ ഡ്രോയിങ്സ് ടു പർച്ചേസ് വരും. ഇത് ക്യാഷ് ആയതുകൊണ്ട് ഡ്രോയിങ്സ് ടു ക്യാഷ്. അപ്പൊ നമ്മൾ ഡ്രോയിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര രൂപയാ, 500 രൂപയാണ് നമുക്ക് എന്ത് വരുന്നത്, ഡ്രോയിങ്സ് വരുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ കൊടുക്കുന്ന പോലെ ക്യാഷ് കൊടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ അല്ലേ, അത്രയും കാര്യങ്ങൾ. പിന്നെ നമുക്ക് പെയ്ഡ് സാലറി ടു മാനേജർ, സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ്, ഇതൊക്കെ പേയ്മെന്റിൽ ചെയ്യുന്നതാണ്. വേറെ വ്യത്യാസങ്ങളൊന്നും നമുക്കില്ല. സാലറി കൊടുത്തു. നമുക്ക് എത്ര സാലറിയുടെ എമൗണ്ട് വരുന്നത്, 1000 റുപ്പീസ് ആണ്. 1000 റുപ്പീസ് വന്നു. നമ്മളിവിടെ എന്ത് കൊടുത്തു, ക്യാഷ് എന്നുള്ളത് കൊടുത്തു, സേവ് ചെയ്തു. ഇപ്പൊ നമ്മൾ ആ ഒരു കമ്പനിയിലത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമുക്ക് നമ്മൾ ഈ ചെയ്ത വൗച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് കാണണം, അല്ലെങ്കിൽ എനിക്ക് അതിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻസ് വരുത്തണം, അല്ലെങ്കിൽ എനിക്ക് അതിൽ ഏതെങ്കിലും ഒക്കെ ഡിലീറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എടുക്കുക, ഡേ ബുക്ക്. അതായത് നമ്മൾ ചെയ്ത എല്ലാ വൗച്ചേഴ്സും കിടക്കുന്നത് ഡേ ബുക്കിലാണ്. ഡേ ബുക്കിൽ കണ്ടോ എല്ലാ വൗച്ചേഴ്സും ഉണ്ട്. ഇപ്പൊ ആദ്യത്തെ വൗച്ചർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓൾട്ട് ഡി അങ്ങോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ യെസ് കൊടുത്ത ആദ്യത്തെ വൗച്ചർ എന്തായി പോവും, ഡിലീറ്റ് ആയി പോവും. ഇനി ഈ വൗച്ചർ ഇങ്ങനെ എൻ്റർ ചെയ്തിട്ട് ഇതിലിപ്പോ ഫർണിച്ചർ അല്ല, എനിക്ക് മെഷീനറി ആണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓഫീസ് സ്റ്റേഷനറി ആണ് കൊടുക്കേണ്ടത്. ഇവിടുന്ന് ഓഫീസ് സ്റ്റേഷനറി ചൂസ് ചെയ്താൽ മതി. ഇവിടുത്തെ ഞാനിപ്പോ ഇതേ ഓഫീസ് സ്റ്റേഷനറി എടുത്തു. അപ്പൊ അവിടെ ഓഫീസ് സ്റ്റേഷനറി ആയി. പക്ഷെ എനിക്ക് ഇവിടെ എന്താ വേണ്ട, ഫർണിച്ചർ ആണ് അല്ലെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫർണിച്ചർ തന്നെ മതി, ഫർണിച്ചർ തന്നെ എടുക്കാം. കണ്ടോ, ഇപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഓൾട്ടർ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ വ്യൂ ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് എന്ത്, ഡേ ബുക്ക്. ഡേ ബുക്കാണ് നമ്മൾ എടുക്കുക. അത് ഓക്കെ അല്ലേ. ഓക്കെ, ഇനി പിന്നെ
നമുക്ക് റിപ്പോർട്ട്സുകൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എടുക്കും. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ നമുക്ക് നോക്കിയേ ട്രയൽ ബാലൻസ്, ഡേ ബുക്ക്, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, അക്കൗണ്ട്സ് ബുക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ആദ്യം നമ്മൾ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കും. ട്രയൽ ബാലൻസിന് എമൗണ്ട് 34,000 രൂപ. ഇത് നമ്മൾ മാനുവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇതിൽ എല്ലാം ഈക്വൽ ആയിട്ടേ കാണിക്കുള്ളൂ. അതായത് ഇവിടെ 34,000 ആണെങ്കിൽ ഇവിടെ 34,000, ഇവിടെ 36 ആണെങ്കിൽ ഇവിടെ 30, അല്ലാതെ ഇവിടെ 34 ഇവിടെ 35 ഒരിക്കലും കാണിക്കില്ല. അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ ആൻസർ കറക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ കയ്യിൽ മാനുവൽ അക്കൗണ്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അത് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം അങ്ങനെയാണെന്നുള്ളത്. മാനുവൽ അക്കൗണ്ടിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മളുടെ ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മാനുവൽസ് വേണം എന്നുള്ള കാര്യം നമ്മൾ പറയുന്നത്. ഇതിപ്പോ കറക്റ്റ് ആണ്, എന്റെ കയ്യിൽ ഔട്ട്പുട്ട് ഉണ്ട് 34,000 തന്നെയാണ്. സോ ഇത് കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എസ്കേപ്പ് ചെയ്യാം. എസ്കേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ഉണ്ട്, അതെടുക്കാം. ഈ അക്കൗണ്ടിൽ നമുക്കിപ്പോ എന്താ പറയാ, വെറുതെ പർച്ചേസിങ് തന്നിട്ടുണ്ട്, സെയിൽ തന്നിട്ടുണ്ട്, ഇൻഡയറക്ട് എക്സ്പെൻസ് എന്നുണ്ട്. എന്തൊക്കെയാണ് ഇൻഡയറക്ട് എക്സ്പെൻസ്, എന്തൊക്കെയാണ് ഇൻഡയറക്ട് ഇൻകംസ് എന്നില്ല. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് F1 പ്രസ് ചെയ്യും. ഇപ്പൊ നോക്കിയേ, ഇൻഡയറക്ട് എക്സ്പെൻസ് എന്തൊക്കെയാന്നുള്ളത് കണ്ടു അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് എത്ര ഗ്രോസ് പ്രോഫിറ്റ് വന്നുള്ളത് 3,150. കറക്റ്റ് ആൻസർ ആണ്. എന്റെ കയ്യിൽ ആൻസർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റ് ആൻസർ ആണ്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 1,725 രൂപയാണ് നമുക്ക് എന്ത് വരുന്നത്, നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് നോക്കുന്നത്, ഇതിന്റെ ഔട്ട്പുട്ടുകൾ നോക്കുന്നത്. അത് മനസ്സിലാക്കുക, ഇങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതൊക്കെ നോക്കുന്നത്. അടുത്തത് ബാലൻസ് ഷീറ്റ് ആണ്. ജസ്റ്റ് ബാലൻസ് ഷീറ്റ് എടുത്താൽ മതി. ബാലൻസ് ഷീറ്റ് എടുത്താലും ഓൾട്ട് അക്കൗണ്ട്, ട്രയൽ ബാലൻസ് എടുത്താലും ബാലൻസ് ഷീറ്റ് എടുത്താലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്താലും ഒക്കെ ഓൾട്ട് അക്കൗണ്ട് അടിച്ചെടുക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. 29,075 രൂപ, അതും കറക്റ്റ് ആണ്. അതിലും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. കണ്ടോ, ഡ്രോയിങ്സ് ഒക്കെ മൈനസ് ആയി വന്നിട്ടുണ്ട്. കറന്റ് പീരീഡ് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നെറ്റ് ലോസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ചെയ്ത് കാണിക്കും. അപ്പൊ അതൊക്കെ വന്നിട്ടുണ്ട്. 29,075 വന്നിട്ടുള്ളത് നമുക്ക് ആൻസർ രണ്ട് സൈഡിലും വന്നിട്ട് ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, അതായത് കുറച്ച് ട്രാൻസാക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിട്ടുള്ള ടാലി പ്രൈമില് നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളത് മനസ്സിലായി. അക്കൗണ്ടിങ് ഓൺലി പ്രോബ്ലംസ് അല്ലെ. അതായത് നോർമൽ ആയിട്ടുള്ള കുറച്ച് ജേണൽ എൻട്രീസും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് ERP9 പ്രൈമിലായാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ. ഇനി ഞാനിതില് ERP9 ഒരു ഇന്റർഫേസ് കാണിച്ചു തരാം. എന്റെ കയ്യിൽ കിടക്കുന്നത് പഴയ ERP9 ആണ് കേട്ടോ, പുതിയതല്ല കിടക്കുന്നത്, പഴയതാണ്. എന്നാലും കാണിച്ചു. അതിലും കണ്ട ഗേറ്റ് വേ ഓഫ് ടാലി, അക്കൗണ്ട്സ്, ഇൻവെന്ററി ഇൻഫോ, അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ്, ഇൻവെന്ററി വൗച്ചേഴ്സ്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. മറ്റേതിൽ മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് എടുത്താൽ മാത്രം നമുക്ക് ലെഡ്ജർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെ അക്കൗണ്ട്സ് ഇൻഫോ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, നമുക്ക് മാസ്റ്റേഴ്സ് എടുക്കുക, ക്രിയേറ്റ് എടുക്കുക, ലെഡ്ജർ. ഇതിലെ അക്കൗണ്ട്സ് ഇൻഫോ എടുത്ത് ലെഡ്ജർ ആണെങ്കിൽ ലെഡ്ജർ എടുത്ത്, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ്, ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേ, ഓൾട്ടർ ചെയ്യണമെങ്കിൽ ഓൾട്ടർ. മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സിന് മൾട്ടി ക്രിയേറ്റ് പറഞ്ഞില്ല, അത് ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ്, ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേ, ഓൾട്ടർ ആണെങ്കിൽ ഓൾട്ടർ, ക്വിറ്റ് ചെയ്യണമെങ്കിൽ ക്വിറ്റ്. കണ്ടോ. അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട, ഓൾറെഡി ഇതിൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അതും ഇങ്ങനെ തന്നെയാണ്. ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാം, ഓൾട്ടർ ചെയ്യാം, മൾട്ടിപ്പിൾ ആയിട്ടും ചെയ്യാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മുടെ എന്തിലുണ്ട്, ടാലി ERP9 ഉണ്ട്. ഇപ്പൊ ഈ ടാലി ERP9 കമ്പനി ഇൻഫോ എന്ന് പറഞ്ഞിട്ടുള്ള വിൻഡോ ആണ് വരിക. അതില് ക്രിയേറ്റ് കമ്പനി ഉണ്ട്. ക്രിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുള്ള ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ കമ്പനി ക്രിയേഷന്റെ നിങ്ങളുടെ കയ്യിലുള്ള ടാലി ERP9 കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇത് പഴയ വെർഷനാണ്. കണ്ട, ഫിനാൻഷ്യൽ ഇയർ കിടക്കണമൊക്കെ 2006, വളരെ പഴയതാണ്. നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നുണ്ടായാല് ഇവിടെയും പിന്നെ ഇവിടെ ആയിരിക്കുള്ളൂ ഫിനാൻഷ്യൽ ഇയർ ഒക്കെ ഉണ്ടാവുക. നമ്മൾ പ്രൈമറി ചെയ്ത പോലെ തന്നെ ഇവിടെ ആയിരിക്കും ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാവുക. ഇതിലിപ്പോ എല്ലാം കൂടി ഇങ്ങനെ കൊടുത്തേക്കണം എന്നുള്ള വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് F11 ഫീസിൽ എടുക്കാതെ അക്കൗണ്ട്സ് ഇൻവെന്ററി ആണോ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓൺലി ആണോ എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാം. കണ്ട, അങ്ങനെയുണ്ട് ഒരു ഓപ്ഷൻ. ഓക്കെ, അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്ക് അത് വെച്ച് കൊടുക്കാം. ഇതിലാവുമ്പോൾ നമുക്ക് GST ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. GST ചെയ്യണമെങ്കിൽ പുതിയത് വേണം, 6.2 അത് വേണ്ടി വരും ടാലി ERP. അപ്പൊ അങ്ങനെ. പിന്നെ നമുക്ക് കമ്പനി ഓൾട്ടർ ചെയ്യണമെങ്കിൽ ഓൾട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ഓൾട്ടർ ചെയ്യാം. കണ്ടോ, കമ്പനി ഓൾട്ടർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഓൾട്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾട്ടർ ചെയ്യാം. പാസ്വേഡ് കൊടുക്കാൻ ചേഞ്ച് ടാലി വോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാസ്വേഡും കൊടുക്കാം. അതെന്തുകൊണ്ട് ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6.2 ഈ റൈറ്റ് സൈഡിൽ അതൊക്കെ വരും. അത് ഇതിൽ നമുക്ക് ആ റൈറ്റ് സൈഡിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. സ്പ്ലിറ്റ് കമ്പനി ഡാറ്റ, ബാക്കപ്പ്, റീസ്റ്റോർ. നേരത്തെ നമ്മൾ പ്രൈമിൽ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് അല്ലെ. വേറെ അപ്പൊ അതില് നമുക്ക് കൊടുക്കുന്ന സ്ഥലങ്ങൾ വ്യത്യാസമുണ്ട്. അതാണ് രണ്ടും തമ്മിലുള്ള ചെറിയ ഡിഫറൻസ്. ഷട്ട് ചെയ്യണമെങ്കിൽ ഷട്ട് കമ്പനി. ഈ ഷട്ട് കമ്പനി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. ഞാനിപ്പോ ഇവിടെ സഹിഷ്മ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഞാൻ എന്ത് ചെയ്തു,
ക്രിയേറ്റ് ചെയ്തു. സ്റ്റേറ്റ് ഒക്കെ ഞാൻ കൊടുത്തു, കേരള കൊടുത്തു, അക്കൗണ്ട്സ് ഓൺലി കൊടുത്തു, ഇവിടെ ഡേറ്റ് ഒക്കെ കൊടുത്തു. എല്ലാം ഞാൻ കൊടുത്തു. ഇതൊക്കെ ഞാൻ കൊടുത്തു, ഇതിനെ സേവ് ചെയ്തു. ഓക്കെ, സഹിഷ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തു കേട്ടോ. ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്തു, വേറൊരു കമ്പനി കൂടി ക്രിയേറ്റ് ചെയ്യാനേ. ഞാനിതുപോലെ തന്നെ കേരളയ്ക്ക് കൊടുത്തു. അക്കൗണ്ട്സ് ഇൻവെന്ററി ആയിട്ട് യൂസ് ചെയ്തു. ഇപ്പൊ നോക്കി നിങ്ങൾ ഇവിടെ കണ്ട, ഈ റൂട്ടും കിടപ്പുണ്ട്, അതുപോലെ തന്നെ സഹിഷ്മ കിടപ്പുണ്ട്, രണ്ടും കിടപ്പുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ സഹിഷ്മ മാത്രം മതി, റൂട്ടിന്റെ ആവശ്യം. ഷട്ട് കമ്പനി എടുക്കാം, ഷട്ട് കമ്പനി എടുത്ത റൂട്ടല്ലേ വേണ്ടാത്ത, സഹിഷ്മ മാത്രമല്ലേ വേണ്ടുള്ളൂ. റൂട്ടിനെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഷട്ട് ചെയ്ത് കളയാം. കണ്ട, ഇവിടുന്ന് ഷട്ട് ചെയ്തു. ഇതേ ഓപ്ഷൻ നമ്മുടെ പ്രൈമിലും ഉണ്ട്. പ്രൈമിൽ ഇവിടെ ഷട്ട് കമ്പനി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഷട്ട് ചെയ്ത് പോയിക്കോളും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു കമ്പനിനെ ഷട്ട് ചെയ്യുന്നത്. സെലക്ട് ആണ് ചെയ്യേണ്ടത് വിചാരിച്ചോ, സെലക്ട് കമ്പനി എന്നുള്ളത് എടുക്കുക. ഇവിടെ നിന്ന് നമുക്ക് ഏത് കമ്പനി, ഇവിടെ കുറെ കമ്പനീസ് ഉണ്ട്. ഇപ്പൊ സൽമയുടെ കമ്പനിയാണ് വേണ്ടെങ്കിൽ സൽമ എന്നുള്ളത് എടുക്കുക. ഇവിടെ നോക്കിയേ, സൽമയുടെ കമ്പനി ഓപ്പൺ ആയി വന്നു. കണ്ട, ഈ ബോൾഡ് ആയിട്ട് കാണിക്കുന്ന കമ്പനിയാണ് നമുക്ക് ഓപ്പൺ ആയി കിടക്കുന്നത്. ഷട്ട് ചെയ്തോ, വേണ്ടാത്തത് നമുക്ക് ഷട്ട് ചെയ്യാലോ, സഹിഷ്ണുവിന് ഷട്ട് ചെയ്യാം, സൽമ മാത്രം ഇവിടെ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സൽമ 2006 കമ്പനി ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഷട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്ത് ചെയ്യണത്, ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, ഷട്ട് ചെയ്യാൻ പഠിച്ചു, സെലക്ട് ചെയ്യാൻ പഠിച്ചു. ഇതൊക്കെ തന്നെയാണ് നമുക്ക് എവിടെയും വരുന്നത്. നമ്മുടെ പ്രൈമിന്റെ വിൻഡോ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാം, പ്രൈമില് നമുക്ക് ഇതൊക്കെ തന്നെ വരുന്നത്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രൈം ഓപ്പൺ ആയി വരുന്നുണ്ട്. കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷൻ മോഡ് എടുക്കുക. അതിലിതേ സെലക്ട് കമ്പനി, സെലക്ട് കമ്പനി ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. നമുക്ക് ഏത് കമ്പനിയാണ് സെലക്ട് ചെയ്യേണ്ടത് അത് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത്. ബാനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ബാനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എടുത്തു. ഇനി ഞാൻ വീണ്ടും കമ്പനി എടുത്തിട്ട് വേറെ ഒരെണ്ണം കൂടി ഞാൻ എന്ത് ചെയ്യാൻ പോവാ, സെലക്ട് ചെയ്യാൻ പോവാ കേട്ടോ. വേറൊരു കമ്പനിയും കൂടി ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പൊ നോക്കി, ഇവിടെ 2 കമ്പനി ഉണ്ട്. എനിക്ക് ഇതിൽ എന്ത് ചെയ്യണം, ഒരെണ്ണം ഷട്ട് ചെയ്യണം. കമ്പനി എടുത്തു, ഞാൻ എന്ത് ചെയ്തു, ഷട്ട് കമ്പനി എടുത്തു. ഏത് കമ്പനിയാണ് ഷട്ട് ചെയ്യേണ്ട, അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള കമ്പനി ഞാൻ ഷട്ട് ചെയ്തു. ബാനർജി മാത്രം മതി. അപ്പൊ അവർ ഇങ്ങനെ ഒരു ബോക്സ് ചോദിക്കും. നമുക്ക് മറ്റേ ഇങ്ങനെ ഒരു ബോക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇതിൽ ഇവർ ചോദിക്കുന്നത്, ദിസ് വിൽ ക്ലോസ് ഓൾ ദ ഓപ്പൺ റിപ്പോർട്ട്സ്, വൗച്ചേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് വിതൗട്ട് സേവിംഗ് ചേഞ്ചസ് യു മൈറ്റ് ഹാവ് മേഡ്. ഡു യു വാണ്ട് ടു ഷട്ട് ദ കമ്പനി എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, യെസ് എന്നുള്ളത് കൊടുക്കുക. അപ്പൊ എന്താണ്ടായ, അഡ്ജസ്റ്റ്മെന്റിന്റെ കമ്പനി ഇവിടുന്ന് പോയിട്ട് ബാനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി മാത്രം ഇവിടെ ആയി. അപ്പൊ നമ്മൾ പ്രൈമിലായാലും ERP-ലായാലും ഒക്കെ ഷട്ട് ചെയ്യാൻ ഉള്ള ചെറിയ വ്യത്യാസങ്ങൾ, അതായത് ഷട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ അവിടെ കൊടുത്തിട്ടുള്ള പ്ലേസുകൾ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളത് മാത്രമേ നമുക്ക് ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് എന്തിൽ വരുന്നത്, നമ്മുടെ അക്കൗണ്ട്സ് ഓൺലി പ്രോബ്ലത്തിൽ. നമ്മൾ ലെഡ്ജർ ചെയ്യണതും വൗച്ചർ ചെയ്യണതും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അതിൽ നമുക്ക് ഒരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടു, അതില് പ്രോബ്ലം മുഴുവനായിട്ട് നമ്മൾ ചെയ്ത് അതിന്റെ റിപ്പോർട്ട്സുകളൊക്കെ നോക്കി, എല്ലാം ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് എന്നാണോ ഉള്ളത് അന്ന് നമുക്ക് ചെയ്ത് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ടാലി ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണ മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു സിസ്റ്റം അതുപോലെ തന്നെ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാം, ആരെയും വിളിക്കണ്ട. ഇൻസ്റ്റാൾ ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ചെയ്യുന്നതിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് ഇപ്പൊ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരു മിനിറ്റ്. അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം അടുത്ത ക്ലാസ് വരുമ്പോൾ അതിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു.